37 വർഷം മുമ്പ് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ ഇന്നില്ല. സാധാരണ ഇപ്പോഴത്തെ സിനിമയുടെ തലവരെ നിശ്ചയിക്കുന്നത് യൂട്യൂബേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇന്നൊരു കിരീടം ഇതേ സ്ക്രിപ്റ്റ് കൊണ്ട് തന്ന് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കില്ല. ഞാൻ വെറും ഒരു സാധാ മെഡിക്കൽ റെപ്പായിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ആഗ്രഹം വേണം, പക്ഷെ അത്യാഗ്രഹം പാടില്ല. വിസ്മയ ഫിലിംസ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു, ഓൾ കേരള 5 ഓഫീസ്. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡൗൺഫോളിൻ്റെ ഏറ്റവും വലിയ കാരണം. പ്രണയവർണ്ണങ്ങൾ ആണ് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മയിൽപ്പീലിക്കാവ് മുതൽ എനിക്ക് പറ്റിയില്ല. അങ്ങനെ എൻ്റെ സമയം മോശമായി കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ഞാൻ സിനിമ നിർമ്മാണം നിർത്തി. കയ്യിൽ കാശില്ല, മുമ്പിൽ അന്ധകാരമാണ്, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി കരയുന്നത് ഇന്നും എല്ലാവർക്കും അറിയാം. അച്ഛനെ രോദനം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഞാൻ. അവിടെ എല്ലാവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനോട് ഒത്തുചേർന്ന് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടെ എനിക്കൊന്ന് തിലകൻ ചേട്ടനൊക്കെ ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. ഈ മതം ഒരു പുതിയൊരു പ്രശ്നമാണോ അമ്മയിൽ? മുസൽമാനായ മമ്മൂട്ടി ഇരുന്നിട്ടില്ലേ, ഇന്നസെന്റ്, അദ്ദേഹം ഒരു പക്ക ക്രിസ്ത്യാനിയാണ്. ഇടവേള ബാബു ഹിന്ദുവാണ്. പക്ഷേ ഇതിനകത്ത് ഒരാളിരുന്ന് ഇങ്ങനെയല്ലേ എന്ന് വന്നൊന്ന് ചൊറിഞ്ഞു തുടങ്ങിയാൽ ഈ 1 കോടിയിൽ നിന്ന് പെട്ടെന്ന് 2 കോടിയാക്കി, 2 കോടിയിൽ നിന്ന് 5 കോടിയാക്കി. 5 ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പട എന്ന് അടിപ്പിച്ച് 2-3 പടം പൊട്ടി. പിന്നെ പടമില്ല, നേരെ താഴെ വീണു. അങ്ങനത്തെ അവസ്ഥയിൽ പലരും എത്തിയിട്ടുണ്ട്. ആ പടം 2 സിനിമ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകത്തെ പറ്റി യാതൊരു ഗ്രാഹ്യമില്ല. അവരുടെ ആ ഒരു നോട്ടം എന്ന് പറയുന്നത് ഞാനെല്ലാം തികഞ്ഞു. 100 കോടി ക്ലബ്ബൊക്കെ ഉണ്ട്, ക്ലബ്ബുണ്ട്. പക്ഷെ തുടങ്ങി ആ ക്ലബിനകത്ത് എത്ര പേര് കയറി എന്നുള്ളത് എണ്ണി നോക്കണം. അതേസമയം പലതും ബൂസ്റ്റപ്പ് ചെയ്യുക, പെരുപ്പിക്കുക എന്നൊക്കെ പറയുക. രാത്രി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പറഞ്ഞ പൊട്ടുതൊട്ട് അല്ലെങ്കിൽ കൺമഷിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ പട്ട് സാരിയിലൊക്കെയാണ് ഇറങ്ങി വരുന്നതെന്നൊക്കെ പറയാറുണ്ട്. 10 വർഷം മുമ്പ് വന്ന സീരിയലിൻ്റെ അതേ ഘടകങ്ങളാണല്ലോ ഇതിനകത്തുള്ളത്. സത്യമായിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ ഇപ്പോഴും കാണണം? ബിഗ് ബോസിന് കുറ്റവും പറയും, മൊത്തം ഇരുന്ന് അവിടുത്തെ 100 എപ്പിസോഡും കുത്തിയിരുന്ന് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അപ്പം അത് പാടില്ല. നമുക്ക് ഇഷ്ടമല്ലേ, കാണുന്നുണ്ട. ദ TUM മൈൻഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമയെന്ന സ്വപ്നം വിജയവും പരാജയവും റിസ്ക്കും അനിശ്ചിതത്വവും പല വേഷങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആക്ടറും പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ ശ്രീ പി ദിനേശ് പണിക്കർ സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. വെൽക്കം സാർ. താങ്ക് യു സാർ. വളരെ സന്തോഷത്തിലാണല്ലേ? കിരീടത്തിൻ്റെ റിലീസ് തന്നൊരു സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. 37 വർഷം മുമ്പ് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അന്നാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ റിലീസ് ചെയ്ത ആ ഒരു ആകാംക്ഷയും എല്ലാം ഉണ്ടാവുമല്ലോ. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ ഇന്നില്ല. കാരണം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞു. അതൊരു ആൺകുഞ്ഞാണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് പഴയ കാലത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും സിനിമ ഒട്ടുമുക്കാലെല്ലാവരും കണ്ടതാണ്. ഒന്നല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ടതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അതിനുശേഷം നമുക്ക് എല്ലാ മീഡിയയും കിടക്കുകയില്ല അങ്ങോട്ട്. ഈവൻ എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നി, കിരീടം കാണണമെന്ന് തോന്നി മൊബൈലിൽ ഇരുന്ന് തന്നെ കാണാം. അപ്പോൾ കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഈവൻ യങ്ങർ ജനറേഷന് പോലും ഇന്ന് മൊബൈലിൽ കാണാനുള്ള ഒരു ഫെസിലിറ്റി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലിൽ കാണുന്നതും തിയേറ്ററിൽ പോയി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്, എസ്പെഷ്യലി ഫോർ എ ഫിലിം ലൈക്ക് കിരീടം. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം 37 വർഷത്തിന് ശേഷം ടു ബി എക്സാക്ട് ഈ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നത്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചെന്താണെന്നറിയാമോ? സാധാരണ ഇപ്പോഴത്തെ സിനിമയുടെ തലവരെ നിശ്ചയിക്കുന്നത് യൂട്യൂബേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയ ആൾക്കാർ, സോഷ്യൽ മീഡിയയിൽ അവരുടെ റിവ്യൂസ് ഇടുന്നവരാണ്. അവരെല്ലാവരും തന്നെ കിരീടത്തെക്കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്കിന്ന് കുറേ വ്യൂസ് ഞാൻ കേട്ടതാണ്. സാഹചര്യം അല്ലെങ്കിൽ വിധി ഒക്കെ ഒരു വ്യക്തി, ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള പച്ചയായ ഒരു യാഥാർത്ഥ്യമായിരുന്നു കിരീടം. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സിനിമ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവുമോ? ഇന്നൊരു കിരീടം ഇതേ സ്ക്രിപ്റ്റ് കൊണ്ട് തന്ന് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കില്ല. കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിന് യോജിച്ച ഒരു സിനിമയായിരുന്നു കിരീടം. അതിനകത്ത് അത്യാവശ്യം സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു പാട്ടുണ്ട്. ഒന്നല്ല, ആക്ച്വലി രണ്ട് പാട്ട് അതിനകത്തുണ്ടായിരുന്നതാണ്. നല്ല പാട്ടുകളുണ്ട്.
നല്ല ഒരു താരമൂല്യമുള്ളൊരു സിനിമയാണ്. സംവിധായകൻ ഒരു മികവുള്ളൊരു സംവിധായകൻ. നമ്മൾ എല്ലാം തന്നെ ഫാക്ടേഴ്സ് എല്ലാം ഒത്തുവരിക എന്ന് പറയില്ലേ, അത്രയും ഗംഭീരമായിട്ട് അന്നത്തെ കാലത്ത് എല്ലാം ഒത്തു വന്നു. ആ സിനിമ നിർമ്മിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അന്ന് ആ സിനിമ ഓടുകയും ചെയ്തു. വെറുതെ ഓടിയതല്ല, 125 ദിവസം അന്നത്തെ കാലത്ത് ആ സിനിമ ഓടി. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷന് വേണ്ട സിനിമയാണോ കിരീടം എന്ന് ചോദിച്ചാൽ ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർക്ക് ഈ സെൻറ്റിമെൻസിനോടോ കുടുംബ പശ്ചാത്തലം പറയുന്ന സിനിമയോടൊന്നും വലിയ താല്പര്യമില്ല. നമുക്ക് അറിയാലോ, ഈ അടുത്ത കാലത്ത് ഓടിയ സിനിമകളുടെയൊക്കെ ഒരു ചരിത്രം എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് കുറേ എൻ്റർടൈൻമെൻറ്റ്, കുറേ തമാശ, അങ്ങനെ ആ ലെവലിലുള്ള ഹ്യൂമറും ആ ലെവലിലുള്ള തോട്ടുമാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കിരീടം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് റിലീസ് ചെയ്താൽ, റിലീസ് മീൻസ് പുതിയതായിട്ട് ചെയ്താൽ, മുത്തശ്ശി എന്ന് പറയുന്നൊരു കഥാപാത്രം, അച്ഛൻ്റെ വികാര പ്രകടനങ്ങൾ, ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് വരുന്ന സമയങ്ങളുണ്ട്. അതായത് അതുപോലെ കാമുകിയെ നിഷ്കരണം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കൊണ്ട് സ്വീകരിക്കപ്പെടാൻ പറ്റാതെ വരുന്നൊരവസ്ഥ, ഇതൊക്കെ ലൈഫിൻ്റെ ഒരു റിയാലിറ്റി ആയിരുന്നു ഒരു കാലത്ത്. ഇന്ന് പക്ഷേ അതൊന്നും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ അന്നത്തെ ബന്ധങ്ങളുടെ ആ ഒരു പിരിമുറുക്കം ഇന്നില്ല. അതെ അതെ അതെ, അന്നത്തെ ബന്ധങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു. അതിൽ നമ്മൾ പ്രത്യേകം കാണിക്കുന്നുണ്ടല്ലോ, തിലകനും മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മകന് അച്ഛനോടുള്ള ആ ഒരു ഇത് റെസ്പെക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റെസ്പെക്റ്റ് ഉണ്ട്. എന്നാൽ അതേസമയം അത് ചെറിയ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് കൊച്ചുമകനുണ്ട്. മറ്റേ യദുകൃഷ്ണൻ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, മീശ വരയ്ക്കുന്നതും പിന്നെ അച്ഛൻ വഴക്ക് പറയുന്നതും, അത് അങ്ങനത്തെ എല്ലാ രീതിയിലും ആ വീട്ടിലുള്ള ഒരു സട്ടിലായിട്ട് കിടക്കുന്ന കുറേ ബന്ധങ്ങളുടെ കഥ അതിനകത്ത് പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് അത് സൂട്ടബിളായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ചിലപ്പോൾ സൂട്ടബിൾ ആയിരിക്കണം എന്നില്ല. കാരണം ഇന്നത്തെ ലിവിങ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ഇന്ന് മക്കൾ അച്ഛന്മാരോട് പെരുമാറുന്ന രീതി വേറെയാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ വീട്ടിലോട്ട് കയറി വരുമ്പോഴേക്കും എൻ്റെ മോനോട് കാലുമേ കാല് കയറ്റി ഇരിപ്പുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ സുഹൃത്തുക്കളോട് ഇരിക്കുകയാണ്, ഹായ് അച്ഛാ, എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ, അവർ ചിലപ്പോൾ എഴുന്നേറ്റ് വരില്ല. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. അച്ഛൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ബഹുമാനത്തോടെ എഴുതേക്കും. ആ അച്ഛനോടുള്ള ആ സ്നേഹം കാണിക്കുന്ന അന്ന് അങ്ങനെയായിരുന്നു. ഇന്നങ്ങനെ ഒരു സ്നേഹക്കുറവുകൊണ്ടല്ല, ഇന്ന് രീതി വ്യത്യാസമാണ്. അതാണ് ഞാൻ പറയുക. അതെ അതെ, ഈ ആത്മ എന്ന സംഘടനയിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് സെക്രട്ടറി, 18ാമത്തെ വർഷം സെക്രട്ടറി എന്നുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പദവിയിലാണ് സാർ ഇരിക്കുന്നത്. അപ്പോൾ ഈ കലാകാരരെ സംബന്ധിച്ചിടത്തോളം ഫ്രജൈലാണെന്ന് തോന്നിയിട്ടുണ്ട്. അതെ, അത് നമുക്കിപ്പം വിസിബിളാണ്. വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, ഉറക്കെ പറയുന്നു, ചിലയിടത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പോലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറയാൻ മടിയില്ലാത്ത ഒരു സമയം. അപ്പോൾ ഇത്രയും പേരുടെ ഗ്രീഫും പരാതിയും പരിവേദനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു സെക്രട്ടറി എന്ന നിലയിൽ ഇത്രയും ഈ വർഷം? ആദ്യം ഓഡിയൻസിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞോട്ടെ. അതായത് ആത്മ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. ആത്മ എന്ന് പറയുന്ന അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റാണ്. അതാണ് ATMA. അതിൻ്റെ ഫുൾ ഫോമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അമ്മ അസോസിയേഷൻ സിനിമയ്ക്ക് വേണ്ടിയും ആത്മ അസോസിയേഷൻ TV മേഖലയിലുള്ള സീരിയൽ നടീനടന്മാരുടെ അസോസിയേഷനാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ അഭിനയം തുടങ്ങിയതിന് ശേഷം എൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം പ്രൊഡ്യൂസറായിട്ടാണ് വന്നത്, ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ പല ബിസിനസ് വേറെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിലൊരു മാറ്റം വന്ന ഒരു നടനായിട്ടാണ്. അപ്പം നടനായിട്ട് ഞാൻ വലിയ സിനിമയിൽ കയറി അഭിനയിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടോ ഉണ്ടോ എന്ന് വെച്ചാൽ സിനിമ ബാക്ക്ഗ്രൗണ്ടുണ്ട്, ഒരു നടനത്തിൻ്റെ കാര്യത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. മാത്രമല്ല ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോഴാണ് ഈ പറഞ്ഞ സീരിയൽ എന്ന ഒരു മേഖലയിലേക്ക് എനിക്ക് കാൽവയ്പ്പിനെ KK രാജീവ് ഒരു ചാൻസ് തരുന്നത്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. സംശയമായിരുന്നു, വേണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ ചെന്നു, അഭിനയിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കൈ താങ്ങി എന്നെ പിടിച്ചെണീപ്പിച്ചത് സീരിയൽ മേഖലയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് KB ഗണേഷ് കുമാറാണ് ഞങ്ങളുടെ ഇതിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ ഗണേഷ് കുമാർ ഒരു ഞങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്തൊരു 3-4 വർഷമേ ആയിട്ടുള്ളൂ. ആ ഒരു സമയത്ത് ഗണേഷ് കുമാറിൻ്റെ ദിവസം പറഞ്ഞു, ദിനേശ് എൻ്റെ ജനറൽ സെക്രട്ടറി ആകണം, ഇത്രയും സീനിയറായിട്ടുള്ള ഒരാളല്ലേ, സിനിമ 9 സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, സീരിയൽ മേഖലയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് എന്നെ പിടിച്ച് ഈ മേഖലയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഏൽപ്പിക്കുന്നത്. അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് കഷ്ടിച്ച് 150-200 മെമ്പേഴ്സോളേ ഉള്ളൂ. ആ 150 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല മെമ്പേഴ്സാണ്. അങ്ങനെ വളർന്നു വരുന്ന ആ പ്രസ്ഥാനത്തിനെ
ഒരു എന്താ പറയുക, അന്ന് എനിക്കൊന്നും അറിയില്ല ഈ സീരിയൽ ആൾക്കാരെ, കാരണം എല്ലാവരും എന്നെക്കാളും സീനിയറാണ്. സീരിയലിലുള്ളവരൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണ് ശരിക്കും പറഞ്ഞാൽ. അവരെ എനിക്ക് ഭരിക്കാൻ പറ്റുമോ, അവരെ മുമ്പിലിരുന്നുകൊണ്ട് നയിക്കാൻ പറ്റുമോ, ഇതൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഒരു ധൈര്യം തോന്നി. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈലിൽ നടത്തി. നേരത്തെ ഡോക്ടർ ചോദിച്ച പോലെ തന്നെ ഇവരെയൊക്കെ എങ്ങനെ ഇത് നടത്തി കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു വിഭാഗമാണ്. ഈ സെൻസിറ്റീവായിട്ടുള്ള വിഭാഗത്തിന് നമുക്ക് വടിയെടുത്താൽ അവർക്ക് ദേഷ്യം വരും, സ്നേഹിച്ചാൽ ചിലപ്പോൾ അതിനെക്കാട്ടിലും ദേഷ്യം വരും. ഇയാളെന്തിനാ എന്നെ സ്നേഹിക്കുന്നത് എന്ന രീതിയിലായിരിക്കും. ഒരു കള്ളത്തരം ഉണ്ടോ എന്ന് ചിലപ്പോൾ തോന്നാം. അപ്പോൾ ഏത് ചെയ്താലും ശരി ഇതിനെ തെറ്റായിട്ട് ധരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ ഞങ്ങളുടെ സീരിയൽ നടീനടന്മാരെന്ന് പറയുന്നത്. പക്ഷേ അവരെ സ്നേഹത്തോടെ ആണെങ്കിലും വടിയെടുത്താണെങ്കിലും ഇത്രയും വർഷം ഗുരുതുല്യനെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ലീഡറായിട്ടോ ഏത് വാക്ക് വേണേലും ഉപയോഗിക്കാം, ഇത്രയും വർഷം നിൽക്കാൻ പറ്റി എന്ന് പറയുന്നത് ദൈവം തന്ന ഒരു നിയോഗം, ഭാഗ്യം, അത്രയേ പറയുള്ളൂ. ഇപ്പം ഈ അംഗങ്ങളുടെ ഇടയിൽ നിന്ന് പൊതുവെ കൂടുതലായിട്ട് വരുന്ന കംപ്ലൈൻറ്റ് എന്താണ്? പരാതി, സാധാരണ പരാതികൾ ഉണ്ടാവുമല്ലോ. പരാതി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. പലരും ആത്മാ അസോസിയേഷനിൽ ചേർന്നതിന് ശേഷം ആത്മയെ കാണുന്നത് ഒരു മണി ഫിൻകോർപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു പ്രസ്ഥാനമായിട്ടാണ്. കാരണം എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ആവശ്യം വരുമ്പോഴാണ് നമ്മുടെ അടുത്ത് പരാതി വരുന്നത്. അതായത് ഒരു പ്രൊഡ്യൂസർ കുറേ നാളൊരു പൈസ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ലൊക്കേഷനിൽ അവർക്ക് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ആ ലൊക്കേഷനിലുള്ള എന്തെങ്കിലുമൊക്കെ ഇൻറ്റേർണൽ പ്രശ്നങ്ങളാകാം. ഇതൊക്കെ വിളിച്ചു പറയുന്നത് എൻ്റെ അടുത്താണ്. ഞാനാണല്ലോ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന ആൾ. അപ്പം എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഈ പ്രൊഡ്യൂസറെയോ ഡയറക്ടറെയോ ആരാണ് ഇൻവോൾവ് എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കും, ഇല്ലെങ്കിൽ അവരുടെ ഒരു അസോസിയേഷനുണ്ട്, ഞങ്ങളതിനെ ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞൊരു അസോസിയേഷനുണ്ട്, ഫെഫ്കെ ഉണ്ട്. ഈ രണ്ട് പേരുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധങ്ങളാണ്. അപ്പോൾ അവരുമായിട്ട് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്, ഒന്ന് സോൾവ് ചെയ്ത് തരണം. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് സഹകരിച്ച് ആ ഇഷ്യൂസ് സോൾവ് ചെയ്ത് തരും. അപ്പോൾ പലതരത്തിലുള്ള ഇഷ്യൂസാണ് കൂടുതൽ വരുന്നത്. പക്ഷേ 90% വരുന്നത് ചേട്ടാ പൈസ കിട്ടിയിട്ടില്ല ചേട്ടാ, ഇതാണ്. പക്ഷെ ആത്മ നല്ല ഭംഗിയായിട്ട് പോകുന്നു എന്ന് വേണം പറയാം എന്ന് എല്ലാവരും പറയുന്നു. സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ, വളരെ സന്തോഷമുണ്ട്. ആത്മയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് നേരിട്ട് കണ്ടിട്ടുള്ള ആളെന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷം. ഡോക്ടർ അന്ന് ഞങ്ങളുടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ആ ഒരു ഞങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിട്ട് വന്നതാണല്ലോ, എനിക്ക് ഓർമ്മയുണ്ടത്. വളരെ സന്തോഷമുണ്ട്. സാറ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും, ഡയറക്ടറുടെ ഒരു വിഷൻ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ആക്ടറുടെ ഒരു ഈഗോയും ഉണ്ടാവും. ഇത് മൂന്നും കൂടെ വരുന്നൊരു ട്രയാങ്കിൾ, ഒരു ഒരുമിച്ച് വരുന്ന, ഇത് 3 റോളിൽ നിന്നിട്ടുള്ള ആളാണ് സാർ. അപ്പോൾ ഏതാണ് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുള്ളത്? 3 ടഫാണ്. ഏറ്റവും ടഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അത് ഉത്തരവാദി തന്നെയുണ്ട്. 3 ടഫാണ്. 3 അതിൻ്റേതായ മേഖലകളിൽ കിടക്കുന്നതാണ്. 3നും അതിൻ്റെ അപ്രോച്ച് കറക്റ്റ് അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴെ വീഴാം. ഇപ്പോൾ അഭിനയിക്കണമെങ്കിൽ ആരുടെ ചോദിച്ചാൽ ഞാൻ പറയും എനിക്കൊരു ചാൻസ് തരുമോ, ഞാൻ ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരാം. മോഹൻലാലൊക്കെ എവിടെ, ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. യേശുദാസ് പാടി എവിടെ, യേശുദാസ് പാടി ശരിയായിട്ടില്ല, തിങ്സ് ഒന്നും ശരിയായിട്ടില്ല. ഇതൊക്കെ ദൂരെ നിന്ന് പലപ്പോഴും പറയുന്നൊരു വാചകമുണ്ടല്ലോ, അതായത് ഗാലറിയിൽ ഇരുന്ന് ഗോളടിക്കുക എന്ന് പറയില്ലേ, അതാണ് അവരൊക്കെ ചെയ്യുന്നത്. അതേസമയം ഒന്ന് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് നോക്കട്ടെ, വന്ന് നിന്ന് ഡയറക്ടർ പറയും അതെ ആ എക്സ്പ്രഷൻ അത്രയും വേണ്ട, ഒന്ന് ചവിട്ടി പിടിക്കണം, അപ്പോൾ ഒന്ന് കുറയ്ക്കാൻ പറയും. ഇത് കുറയ്ക്കുക കൂട്ടുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല ഡയലോഗ് പ്രസൻറ്റേഷൻ അത് ഓരോ അവസരത്തിനനുസരിച്ച് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഡയറക്ടറിൻ്റെ മിടുക്കുണ്ട്, ക്യാമറമാൻ്റെ മിടുക്കുണ്ട്, അഭിനേതാവിൻ്റെ മിടുക്കുണ്ട്. ഇത് 3 കൂടി ചേരുമ്പോഴാണ് നമുക്ക് സ്ക്രീനിൽ നന്നായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാൾ കാശ് മുടക്കുന്ന ഒരാൾ മാത്രമല്ല. നമ്മൾ ലൊക്കേഷനിൽ നിൽക്കണം, കണ്ണിൽ എണ്ണ ഒഴിച്ച് നിന്ന് കംപ്ലീറ്റ് ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇടപെടണം. രാവിലെ 5 മണിക്ക് ലൊക്കേഷനിലെത്തി രാത്രി പാക്കപ്പ് ആകുന്ന 11 മണിക്കോ 12 മണിക്കാണെങ്കിൽ അത്രയും നേരം നിന്ന് എല്ലാ കാര്യത്തിലും പ്രൊഡ്യൂസർ ഇൻവോൾവ് ആയിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾ പക്ക ബിസിനസ്സുകാരൻ മാത്രമാകരുത്, ഒരു കലാഹൃദയമുള്ള ഒരാളായിരിക്കണം. ഇത് രണ്ടും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നല്ല സിനിമ അവരിൽ നിന്ന് ജനിക്കുകയുള്ളൂ. അതെ അതെ അതെ. ഇന്നത്തെ കാലത്ത് ഈ പരാജയം പെടുന്നവർ പലരും ആ പരാജയപ്പെട്ടുപോയി, എൻ്റെ ഒരു എഫേർട്ടുണ്ട്, എൻ്റെ ഒരു പ്രൊജക്റ്റ് ഫെയിലിയറായി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്ന
ആൾക്കാരെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ പോലും അങ്ങനെയുള്ളവരെ കാണാറുണ്ട്. ഒരുപാട് പരാജയം നേരിട്ടിട്ടുള്ള ആളാണ് സാർ. സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അല്ല, ഞാൻ ചോദിച്ചതാണ്. ശരിക്കും അങ്ങനെ ഉണ്ട് സാർ. എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഞാനൊരു പരാജയമായി പോയി എന്ന് പറഞ്ഞ് അതെ, ക്വിറ്റ് ചെയ്യുക, ഇനി ഞാൻ ചെയ്യാതിരിക്കുക എന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ സാർ എത്രയോ പരാജയം ഫേസ് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് സാറിന് പറയാനുള്ള മറുപടി എന്താണ്? ഞാനൊരിക്കലും ഒരു വിജേതാവാകുന്നോ അല്ലെങ്കിൽ ഒരു വലിയൊരു പൊസിഷനിൽ എത്തുമെന്നോ, ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ കുറേ നല്ല സിനിമകൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, കുഞ്ചാക്കോ ബോബൻ എന്നിങ്ങനെ അന്നത്തെ താരങ്ങളുടെ സിനിമയ്ക്ക് നിർമ്മിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്നോ ഒരിക്കലും കരുതിയിട്ടില്ല. ഞാൻ വെറും ഒരു സാധാ മെഡിക്കൽ റെപ്പായിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അതിൽ നിന്ന് എനിക്ക് അടുത്ത പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കെൽട്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അടുത്ത ഒരു ഇതെല്ലാം നിയോഗം പോലെ വന്ന് ഭവിച്ചതാണ്. ഞാൻ അത് കഴിഞ്ഞപ്പോഴൊരു ബിസിനസ്സുകാരനായി. ഒരു വീഡിയോ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു, അതിന് ബ്രാഞ്ചസ് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും കോപ്പിറൈറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതും ഭയങ്കര സക്സസ്ഫുള്ളായി. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സിനിമ നിർമ്മാണം മേഖലയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും വിചാരിച്ചിട്ടല്ല, ഇതൊക്കെ പലതും നമ്മുടെ അടുത്ത് വന്ന് പെടുന്നതാണ്. അപ്പോൾ ഈ വിജയം പോലും എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ചു, തീർച്ചയായിട്ടും ആഗ്രഹം വേണം, പക്ഷെ അത്യാഗ്രഹം പാടില്ല. ഇത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ കിരീടം നമ്മൾ ആദ്യം നിർമ്മിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇതെന്തായാലും ഹിറ്റായിരിക്കും. സൂപ്പർ ഹിറ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഞങ്ങൾക്ക് ദൈവം സമ്മാനിച്ചതോ സൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും കുറേ ആഗ്രഹങ്ങൾ വയ്ക്കുന്നു, അത് നമ്മളൊരു നല്ല നിലയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വിജയമായിട്ട് മാറുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വിജയം കിട്ടി. അങ്ങനെ അടുപ്പിച്ചൊരു 10 വർഷത്തോളം ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫ്ലൈയിങ് സ്റ്റേജ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം നമ്മൾ എന്തൊരു തൊട്ടാലും ശരിക്കും അത് ഒരു സക്സസ്ഫുള്ളായിട്ട് വരും. പക്ഷേ എന്തോ എനിക്കറിയില്ല, ഞാൻ കുറച്ച് ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് സമയം മോശമാകുന്ന സമയത്ത് അതേമാതിരി തന്നെ തിരിച്ചടി കിട്ടാം. അപ്പോൾ ആ തിരിച്ചടി വന്നു തുടങ്ങുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യണം, ഈസ് ഇറ്റ് യുവർ ഗുഡ് ടൈം ഓർ എ ബാഡ് ടൈം. അത് വിശ്വാസമുള്ളവർക്ക് ഇല്ലെങ്കിൽ പറയും ഇയാൾ എന്തേ പറയുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതിലൊക്കെ കുറേ ഫാക്ട്സ് ഉണ്ട്. കാരണം നല്ല സമയം വരും നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പക്ഷേ മോശം സമയം വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സമയം മോശമാണ് കേട്ടോ എന്ന് സ്വയം അനലൈസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ എൻ്റെ സമയം മോശമായി കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ഞാൻ സിനിമ നിർമ്മാണം നിർത്തി. ആ നിർത്തിയത് കൊണ്ട് ഞാൻ ഇന്ന് സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്നു. അതേസമയം അന്നും ഞാൻ വിചാരിക്കുകയാണ് സിനിമ തന്നെയാണ് എൻ്റെ മേഖല എന്ന് പറഞ്ഞ് വീണ്ടും കടം മേടിച്ച് സിനിമയിൽ കൊണ്ടിട്ട് അവസാനം ഉള്ളതും കൂടെ പോയി പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രക്രിയയിലോട്ടൊക്കെ പോകേണ്ടി വരും. എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യത്തിൽ ഉറച്ചങ്ങ് നിൽക്കും, ഒരു പിടിവാശിയായിരിക്കും, ഞാനങ്ങ് രക്ഷപ്പെടും, ഇത് തന്നെ ചെയ്യുള്ളൂ. വാശി പാടില്ല. നമ്മൾ കുറേയൊക്കെ റിലാക്സേഷൻ വേണം. അങ്ങനെ ആ ഒരു മൈൻഡിൽ ഞാൻ റിലാക്സ് ചെയ്തു. ആ കാലത്ത് യു വോണ്ട് ബിലീവ് ഇറ്റ്, ഞാൻ ആ സമയത്ത് എല്ലാം വിട്ടിട്ട് ഞാൻ 1-2 വർഷത്തോളം വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്നു. അവിടെ റിലാക്സ്ഡ് എന്ന് പറയുമ്പോൾ വീട്ടിൽ കടക്കാരുടെ വിളി വരുന്നുണ്ട്, അതിൻ്റെ റിലാക്സേഷന് കുറവൊന്നുമില്ല. പക്ഷേ ജോലിയൊന്നും ചെയ്തില്ല. കാരണം ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. കയ്യിൽ കാശില്ല, മുമ്പിൽ അന്ധകാരമാണ്, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കറക്റ്റ് സമയമായപ്പോഴേക്കും എനിക്ക് അടുത്ത ഓരോ മേഖല, ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മേഖല എനിക്ക് തുറന്നു തന്നു. അഭിനയം ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ തേടി പിടിച്ചു പോയതല്ല. അതും എനിക്ക് വന്നു. കെ രാജീവനെ വിളിച്ചു, സീരിയലിൽ അഭിനയിപ്പിച്ചു. ഞാൻ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു നടനായിട്ട് മാറാനായിട്ട് എന്നെ സഹായിച്ചത് കെ രാജീവ് തന്നെയാണ്. സീരിയലിന്റെ ഹിറ്റ് മേക്കർ ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. സ്വപ്നം എന്ന് പറഞ്ഞ സീരിയൽ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിൽ വിജയങ്ങൾ വരും, പരാജയങ്ങൾ വരും. ഇത് രണ്ടും ഈക്വൽ സ്പിരിറ്റ് തന്നെ എടുക്കണം. പരാജയം വരുമ്പോഴേക്കും ദൈവത്തിന് തെറി പറയാൻ പാടില്ല. കാരണം വിജയിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് കൊണ്ടാണെന്ന് വിചാരിക്കും. പക്ഷേ തോറ്റു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന് തെറി പറയും. അത് പാടില്ല. ഇത് രണ്ടിടത്തും ദൈവത്തിൻ്റെ ഒരു കൈയുണ്ട്. അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജനകനിലെ ഒരു കഥാപാത്രം നമുക്ക് മറക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മൂവി അല്ലേ. ഏതൊരു രക്ഷിതാവിനും ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു പെയിൻ തരുന്ന ഒരു മൂവിയായിരുന്നു. വളരെ അച്ഛൻ്റെ രോദനം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി കരയുന്നത് ഇന്നും എല്ലാവർക്കും അറിയാം. അച്ഛനെ രോദനം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഞാൻ. അതാ പറഞ്ഞത്. അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ആ ക്യാരക്ടറും ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നതിൽ അതിന് ചെറിയൊരു ഹിസ്റ്ററി കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്
ആ സിനിമയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് 2 ദിവസം വേണം, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ വലിയ നടനൊന്നും അല്ലല്ലോ. 2 ദിവസത്തേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഓക്കെ. ആ ക്യാരക്ടർ പോലും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോഴേക്കും എൻ്റെ അടുത്ത് ഒരു വലിയ പുതിയ BMW കാർ കൊണ്ടിട്ടുണ്ട്. അത് ഇട്ടിട്ട് അതിനകത്ത് എന്നോട് പറഞ്ഞു ഇതിൽ ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഇറങ്ങി വരുമ്പോൾ ചീഫ് മിനിസ്റ്റർ ഞാൻ വളരെ കൂളായിട്ട് ഇന്ന് കാണുന്നു. ഞാൻ കോടീശ്വരനാണ്. ചെന്ന് കാണുന്നു. കണ്ടു കഴിഞ്ഞാൽ പറയുന്നത് എൻ്റെ കൂടെ ഒരാളുണ്ട്, ഇത് ഇവിടുത്തെ കമ്മീഷണറാണ്, ഇദ്ദേഹത്തിന് ചെറിയ വേണ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ചീഫ് മിനിസ്റ്ററിനെ കൈയൊക്കെ കാണിച്ചേക്കും പോകുന്നു. അപ്പോൾ സുരേഷ് ഗോപിയുടെ മകളും ഒക്കെ ആയിട്ട് അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. അവർ എന്തൊക്കെയോ ആവശ്യങ്ങൾക്കായിട്ട് വന്നിരിക്കുകയാണ്. ഞാനിതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ വണ്ടിക്കകത്ത് കയറിപ്പോയി. ഞാൻ ഫസ്റ്റ് ഡേ കഴിച്ചപ്പോഴേക്കും കൊള്ളാമല്ലോ, ഇത് എനിക്കിഷ്ടപ്പെട്ടു, ആ റോൾ ഇഷ്ടപ്പെട്ടു. ഓക്കെ. സെക്കൻഡ് ഡേ വരെ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു കോടീശ്വരൻ്റെ വീട്, ആ വീട് എൻ്റെ വീടാണത്. അവിടെ നോക്കുമ്പോൾ സുരേഷ് ഗോപിയുണ്ട്, ബിജു മേനനുണ്ട്, നമ്മുടെ ഹരിശ്രീ അശോകൻ, അങ്ങനെ ഇങ്ങനെ വലിയൊരു ഗ്യാങ്. ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ കോമ്പിനേഷനാണോ എന്ന് പറഞ്ഞു. അതെ, ദിനേശ് സീൻ വായിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ സീൻ വായിച്ചിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് എല്ലാവരും. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അപ്പം ഞാനങ്ങനെ വലിയൊരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സീനൊക്കെ ലാസ്റ്റ് എനിക്ക് കിട്ടുമ്പോൾ മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. സീൻ വായിക്കുന്ന സുരേഷ് ഗോപി എനിക്ക് സീൻ തന്നു. നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ പടത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനാണ് ഞാൻ വില്ലനാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ മുഖഭാവം തന്നെ മാറി. ഞാൻ ടെൻഷനായി. ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ ഈ വില്ലനാവുന്നു? ഇത്രയും സുരേഷ് ഗോപിയുടെ മകളെ റേപ്പ് ചെയ്ത് നശിപ്പിക്കുന്ന ദുഷ്ടൻ ആയിട്ട് ഞാൻ എങ്ങനെ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇമേജ് എന്തോ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ചിന്തകളൊക്കെ വന്നു എനിക്ക്. പിന്നെ എന്തായാലും നമ്മുടെ അഭിനയ തൊഴിലായിട്ട് വന്നിരിക്കുകയല്ലേ, ഞാൻ ഡിസൈഡ് ചെയ്തു എന്തായാലും ഒന്ന് ചലഞ്ചായിട്ടൊക്കെ എടുക്കാം. ഐ വിൽ ഡു ഇറ്റ്. അവിടെയാണ് എൻ്റെ ഒരു വിജയത്തിൻ്റെ ചവിട്ടുപടി എന്ന് പറയില്ലേ. ഐ ടുക്ക് ഇറ്റ് അപ്പ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു ഇത് ഈ വേഷം ഞാൻ ഫുൾ എൻ്റെ മാക്സിമം അങ്ങ് ഇടും. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ആ ഒരു ഷോട്ടിൽ അകത്ത് പോലീസ് കമ്മീഷണർ കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ആ എക്സ്പ്രഷൻ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അതൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്ത് ഇറങ്ങിയതാണ്. ഞാൻ സൂപ്പർ എൻ്റെ സാധനങ്ങളൊക്കെ ഇടുന്നുള്ളത്. അങ്ങനെ നല്ല കുറേ എക്സ്പ്രഷൻസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടർ അങ്ങ് വെറുക്കപ്പെട്ട ക്യാരക്ടറായിട്ട് മാറി. അത് പലരും എന്നെ കണ്ടെന്ന് തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. പക്ഷെ അത് കഥാപാത്രമായിട്ട് അത്രയും ജെല്ലിനായി നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അതും മോഹൻലാൽ പടത്തിൽ, സുരേഷ് ഗോപി പടത്തിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. നമ്മൾ തിലകൻ സാറിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ക്യാപ്റ്റൻ രാജു, മാള രവീന്ദ്രൻ, ഇവർക്കൊക്കെ ഒരുപാട് സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. സാറിന് അറിയാവുന്നതായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ബോധപൂർവം വരുന്നതാണോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണോ? തിലകൻ സാറിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് അനുഗ്രഹീതനായൊരു നടൻ. അദ്ദേഹത്തിന് സംഭവിച്ച് അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമല്ലേ ഇന്ന് അമ്മ എന്ന് പറയുന്നൊരു സംഘടനയിലുണ്ടാകുന്ന അതിൻ്റെ തുടർച്ചയാണോ, അല്ലോ കാലഘട്ടം മാറി വരുമ്പോൾ പ്രശ്നങ്ങൾ മാറി വരുന്നതാണോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ തുടർച്ച എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം തിലകൻ ചേട്ടന് അമ്മയിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് പിന്നെ പറഞ്ഞ് ഒരുമാതിരി നമ്മൾ സോൾവ് ചെയ്ത അവസ്ഥയിലോട്ട് എത്തിച്ചു. ഞാൻ എന്നും വിശ്വസിക്കുന്നത്, കാരണം ഞാനിപ്പോൾ ഒരു 650 പേരുള്ള അസോസിയേഷനിൽ അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പൊതുവായ പ്രോപ്പർട്ടിയായിട്ട് മാറണം. അവിടെ എല്ലാവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനോട് ഒത്തുചേർന്ന് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടെ എനിക്ക് തോന്നുന്നു തിലകൻ ചേട്ടനൊക്കെ ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. തിലകൻ ചേട്ടനൊക്കെ സ്വാർത്ഥൻ എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ തിലകൻ ചേട്ടനൊക്കെ അദ്ദേഹം ഒരു ഭയങ്കര ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. കാരണം എൻ്റെ ഒട്ടുമുക്കാൽ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, എന്നോട് ഇങ്ങോട്ട് വലിയ കാര്യമായിരുന്നു. പക്ഷേ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ സീനിയോറിറ്റി വെച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മികവ് വെച്ചിട്ടായിരിക്കണം, ഏതായാലും ശരി അദ്ദേഹത്തിന് ഒരു ഇൻഡിവിജ്വാലിറ്റി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അത് ചിലപ്പോൾ പലയിടത്തും എല്ലായിടത്തും കിട്ടണമെന്നില്ല. അത് അമ്മയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഉദ്ദേശിച്ച ആ ഒരു റെസ്പെക്റ്റ് എന്നുള്ള വാക്ക് ഞാൻ പറയില്ല, എന്നാലും അദ്ദേഹത്തിന് കിട്ടേണ്ട അറ്റൻഷൻ അത് ചിലപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല.
അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ റീസൺസ് അതിനകത്ത് ഉണ്ട് എന്ന്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യങ്സ്റ്റേഴ്സ് ശരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള മാനേജ്മെന്റ് സ്കിൽസ് ഉള്ള യങ്സ്റ്റേഴ്സ് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മൾ. ഉണ്ട്. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, നിവിൻ പോളി തുടങ്ങിയിട്ടുള്ള എത്രയോ പേര് ബേസിക്കലി എഞ്ചിനീയേഴ്സ് Engineers ഉണ്ട്. എഞ്ചിനീയേഴ്സ് ഉണ്ട്, MBA ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ് സ്കില്ലുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവരൊന്നും ഈ ലീഡർഷിപ്പിലേക്ക് വരാത്തതും അതിനെ ഒന്ന് ലീഡ് ചെയ്യാൻ ഇനിഷ്യേഷൻ എടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ പറഞ്ഞ കുറച്ച് പേരുടെ പേര് പറഞ്ഞല്ലോ, അതെ, ഇവരിൽ എത്ര പേര് വിളിച്ചാൽ ഫോൺ എടുക്കും? അങ്ങനെയുണ്ട്. ആദ്യത്തെ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി വരണമെങ്കിൽ യു ഷുഡ് ബി നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം. ആ അറ്റാച്ച്ഡ് ആവണമെങ്കിൽ എന്താ, ഒരു കണക്ഷൻ വരണമെങ്കിൽ ഇന്നത്തെ കണക്ഷൻ എന്ന് പറയുന്ന ഫോണാണ്. അതെ, ഒരാൾ വിളിച്ചാൽ ഫോൺ എടുക്കുക, അതിനുള്ള മറുപടി കൊടുക്കുക, വേണ്ടേ? അപ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഈ ഫോൺ എന്ന സാധനം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അവർക്ക് ആവശ്യമുണ്ടോ അവരെടുക്കുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു. മിസ്ഡ് കോള്, ആര് വിളിച്ചു, അതിനകത്ത് വാട്സാപ്പിൽ മെസ്സേജ് ഉണ്ടോ, ഇത് 90% ചെറുപ്പക്കാർ ഇപ്പോൾ നോക്കാറില്ല. ഈ ജനറേഷനിൽ വന്ന ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ചേഞ്ച് തന്നെ ആയിരിക്കണം. കാരണം പണ്ടുള്ളവർ കുറച്ചുകൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തും. അതെ, അതായത് ലാസ്റ്റ് ജനറേഷൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അനുഭവിച്ചു വന്നവര്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ പെയിൻ അറിയണം. ഇന്ന് എൻ്റെ വിജയം അല്ലെങ്കിൽ എൻ്റെ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ, അതിന് വേണ്ടവർ മാത്രം മതി. ഒരു പക്ഷേ അങ്ങനെ ആകാം എന്ന് ചിന്തിക്കുന്നുണ്ടോ? ചിലപ്പോൾ ആകാം, അല്ലേ? വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റുകളെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ ഒരു ലെവലിലേക്ക് ആൾക്കാർ എത്ര പേരുണ്ട് എത്തിയത്? സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ എന്നിങ്ങനെ ആ പഴയ താരമൂല്യമുള്ള ആരെ വേണമെങ്കിലും എടുത്തു നോക്കൂ. ഇവരുടെ സിനിമയിൽ ആ ഒരു താരപദവിയിലെത്തുന്നതിന് അവർ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പൊസിഷനിൽ എത്താൻ വേണ്ടി അവർ എടുത്ത ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ്, പെയിൻ, ഇതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് പോകുന്ന പോക്കിൽ അവർ അനുഭവിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള എക്സ്പീരിയൻസ് കൂടുതലുണ്ട് അവർക്ക്. അതുകൊണ്ട് ദേ റെസ്പെക്ട് ദി ഇൻഡസ്ട്രി മോർ. ഇന്നത്തെ ചെറുപ്പക്കാർ അത്രയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആരെയും പേരെടുത്ത് പറയുകയല്ല, പൊതുവെ ഞാൻ ചെറുപ്പക്കാരെന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് വെദർ ഇറ്റ് ഈസ് ഇൻ സീരിയൽ ഓർ വെദർ ഇറ്റ് ഈസ് ഇൻ ഫിലിംസ്. അതാണ് അവർക്ക് മറ്റുള്ളവരുടെ പെയിൻ മനസ്സിലാക്കാനുള്ള അത് കുറച്ച് ഒരു കുറവുണ്ടോ എന്നൊരു സംശയമാണ് എനിക്ക്. ഈ മതം ഒരു പുതിയൊരു പ്രശ്നമാണോ അമ്മയിൽ, അല്ലെങ്കിൽ അത് ഈ മതത്തിന്റെ ഒരു ചർച്ച ഇതുവരെ വന്നിട്ടേ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, അവിടെ ആരെ മതം നോക്കി സ്ഥാനത്ത് കയറി ഇരുന്നിട്ടില്ല? മുസൽമാനായ മമ്മൂട്ടി ഇരുന്നിട്ടില്ലേ? ഇന്നസെന്റ്, അദ്ദേഹം ഒരു പക്ക ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം നസ്രാണിയായിട്ട് അദ്ദേഹം എത്രയോ വർഷം തലപ്പത്തിരുന്നു. ഇടവേള ബാബു ഹിന്ദുവാണ്, ഇടവേള ബാബു ഇരുന്നു. ഇതിനകത്തൊന്നും ഒരു ഈ രാഷ്ട്രീയമോ മതമോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ഇത്രയും വർഷമായിട്ട് അമ്മയിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഒരാളിരുന്ന് ഇങ്ങനെയല്ലേ എന്ന് വന്നൊന്ന് ചൊറിഞ്ഞു തുടങ്ങിയാൽ ആൾക്കാരുടെ മനസ്സൊന്നും മാറും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച വരും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു ഇടയ്ക്ക് ഇളക്കി വിടുന്നതല്ലാതെ എൻ്റെ ബലമായ വിശ്വാസം, അങ്ങനെ എൻ്റെ ആത്മയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് തീർത്തും പറയാം. അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ തലപ്പത്തിരിക്കുന്നവരാണ് പറയേണ്ടത്. പക്ഷെ എൻ്റെ അറിവിൽ അങ്ങനെ ചിന്ത പോലും ആർക്കും പോയിട്ടില്ല. വിജയിച്ച സിനിമ, പരാജയപ്പെട്ട സിനിമ, അങ്ങനെ രണ്ട് തട്ടിലാണെന്ന് ആളുകൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം, അതായത് അതിൻ്റെ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഒരു വ്യവസായിക സൈഡ്, അതിൻ്റെ മണി ഇക്കണോമി സൈഡ് പറയുന്നത്. അപ്പോൾ ഈ പരാജയപ്പെട്ട സിനിമയുടെ ഭാഗമാകുന്ന കഴിവുള്ള കലാകാരന്മാർ പിന്നെ ചാൻസ് കിട്ടുക, അല്ലെങ്കിൽ അടുത്ത സിനിമയിലേക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാലമല്ലേ ഇപ്പോൾ? അങ്ങനെ തോന്നിയിട്ടില്ലേ സാറിന്? എപ്പോഴും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമായിട്ടാണ്. അതെ, സക്സസ് ആയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം സിനിമ സക്സസ് ആയാൽ മാത്രമേ ആൾക്കാർ നമ്മുടെ പുറകെ വരൂ. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ആ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് കഴിവുണ്ടോ, ഓവർ ദി ലോങ് റൺ ഏറ്റവും നമുക്ക് ടോപ്പിലെത്താൻ പറ്റും. അത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്ലെയറിങ് എക്സാമ്പിളാണ് ജോജു ജോർജ്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, 18 വർഷം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റിന് തുല്യമായിട്ടൊന്ന് പണിയെടുത്തിട്ടുണ്ട്. പുള്ളിയുടെ പ്രകൃതം നോക്കി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പുള്ളി അങ്ങനെ ഒരു കോൺസെപ്ച്വലായിട്ട് നമ്മുടെ ഒരു ഹാൻസം എന്ന് പറയാൻ പറ്റില്ല.
ആൻഡ് ഒരു Body അങ്ങനെ സാധാരണ നമ്മൾ maintain പറയില്ലേ, ആരെങ്കിലും ഒരാൾ നിന്ന് ചാൻസ് ചോദിക്കുമ്പോൾ "എടാ, പോയി കണ്ണാടി നോക്കടാ നിന്നെയൊക്കെ" എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു സിനിമയിൽ വരാൻ ഒരു യോഗ്യതയുള്ള ആ ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ ശരീരബലമോ ഇതൊന്നും തന്നെ ജോജുവിനില്ല. പക്ഷേ പുള്ളിയുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ദൃഢനിശ്ചയം, ഞാൻ 18 വർഷം കഴിഞ്ഞാലും ശരി ഐ വിൽ ബി സക്സസ്ഫുൾ, പുള്ളി പ്രൂവ് ചെയ്തില്ലേ? അതെ 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 അത് കഴിഞ്ഞ് സക്സസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും വേർ ഇസ് ഹി നൗ? ഈസ് ഓൺ ദ ടോപ്പ്. യെസ്. അതുപോലെ ഈ സിനിമയിൽ ഒരു സിനിമ വിജയിച്ച സിനിമയുടെ പാർട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഭിനയിച്ച ആക്ടേഴ്സിന് ഒരു പുതുമുഖമായാൽ പോലും അവരുടെ ഫീസ് കുത്തനെ കൂടുക, ഡേറ്റ് ഇല്ലാതിരിക്കുക. ചിലർ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളതാണ്, ഡേറ്റ് ഉണ്ടെങ്കിലും ഫ്രീ അല്ല, ആ ദിവസങ്ങളൊക്കെ എനിക്ക് ബുക്ക്ഡാണെന്ന് പറയുക. അങ്ങനെ ഒരു ടെൻഡൻസി, ഒരു ഡിമാൻഡ് കാണിക്കുന്ന ഒരു ടെൻഡൻസി വളരെ ചുരുക്കം പേരുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. അത് നമുക്ക് എല്ലാവരെയും ഒരേ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. കുറച്ച് പേര് അങ്ങനെ പേര് മാറും, കുറച്ച് പേര് വളരെ ഡീസൻ്റായിട്ട് തന്നെ വളരെ മെച്യൂറായിട്ട് ആ സക്സസ്സിനെ ആസ്വദിച്ച് ഒരു ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ടേസ്റ്റ് ഓഫ് സക്സസ് വളരെ സ്ലോ ആയിട്ട് തന്നെ ആസ്വദിച്ച് പതുക്കെ ഗ്രോ ചെയ്ത് വരുന്ന റേറ്റ് വളരെ കുത്തനെ കൂട്ടാതെ ചെറുതായിട്ട് കൂട്ടി വരുന്ന എത്രയോ പേരുണ്ട്. അവരിന്നും നിലനിൽക്കുന്നുണ്ട്. ഈ കുത്തനെ കൂട്ടുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഒരു സിനിമ ചിലപ്പോൾ ഹിറ്റായി, ഒരു ഫ്ലൂക്ക് ചിത്രമായിരിക്കാം, അടുത്ത സിനിമ സക്സസ്ഫുൾ ആവില്ല. ഈ 1 കോടിയിൽ നിന്ന് പെട്ടെന്ന് 2 കോടിയാക്കി, 2 കോടിയിൽ നിന്ന് 5 കോടിയാക്കി, 5 ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പട്ടയെന്ന് അടുപ്പിച്ച് 2-3 പടം പൊട്ടി, പിന്നെ പടമില്ല, നേരെ താഴെ വീണു. അങ്ങനത്തെ അവസ്ഥയിൽ പലരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ഗ്രാജുവൽ ഗ്രോത്ത് ആണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ട ഹോംവർക്കുകൾ എന്താണ്? അത് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും ഫീൽഡിൽ നിന്ന് ഔട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഷാർപ്പൺ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ ഒരു ഇൻഡസ്ട്രിയിലും ഇപ്പം ഒരു ഡോക്ടറാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എന്നെപ്പോലെ ഒരു സൈക്കോളജിസ്റ്റോ കോച്ചോ ആണെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു ആക്ടർ എങ്ങനെയാണ് പോളിഷ് ചെയ്യുന്നത്, ഒരു ഷാർപ്പൺ ചെയ്യുന്ന മെത്തഡോളജീസ്? സിനിമ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് എല്ലാവരും എല്ലാം തികഞ്ഞു എന്നൊരു ചിന്ത വരും കുറച്ച് കഴിയുമ്പോൾ. ആ പടം 2 സിനിമ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകത്തെപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ല. അവരുടെ ആ ഒരു നോട്ടം എന്ന് പറയുന്നത് ഞാനെല്ലാം തികഞ്ഞു, കാരണം ഭയങ്കര സക്സസ്ഫുൾ ആയില്ലേ. പക്ഷെ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനൊരു മൈന്യൂട്ടായിട്ട് കൂടെ വന്ന് അഭിനയിക്കുന്നവരത്തിന് പോലും ചിലപ്പോൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. അതുപോലും അതിൽ നിന്ന് പഠിച്ചെടുക്കണം. ഇത്ര വലിയ ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ പറഞ്ഞു, ഞാൻ അയാളുടെ നിന്ന് കണ്ടു, അയാളുടെ ചെറിയൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എനിക്ക് അതിൽ നിന്ന് ഒരു പ്രചോദനം തോന്നി, ഞാൻ ആ വലുതാക്കി ഒന്ന് വേറെ സാധനം ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈഗോ ഇല്ല. അപ്പോൾ ചെറിയൊരു ഒരാളിൽ നിന്നും വലിയ സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് പഠിച്ചെടുക്കാനായിട്ട്, അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, പോളിഷ് ചെയ്യാനായിട്ട് നമുക്ക് എന്നും സാധിക്കണം. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ പഴയൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, എനിക്ക് മോഹൻലാലിനെ 1980 മുതൽ അറിയാം. അപ്പോൾ 1980 ഞാൻ അന്ന് സഞ്ചാരിക്ക് വേണ്ടിയിട്ടാണ് മോഹൻലാൽ ആദ്യം പുതിയ സ്റ്റുഡിയോയിൽ വരുന്നത്, പ്രേം നസീറൊക്കെ ഉള്ളത്. അതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻലാലുമായിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയായി. കാരണം ഞങ്ങൾ നിയർലി സെയിം ഏജ് ഗ്രൂപ്പാണ്. എനിക്ക് സിനിമ താല്പര്യമുണ്ട്, പുള്ളിക്ക് സിനിമയിലാണ് പുള്ളി. അപ്പം ഞാൻ ഒരു കാഴ്ചക്കാരനേ ഉള്ളൂ, എനിക്ക് വേറെ ബന്ധങ്ങളൊന്നും അന്നില്ല. അപ്പം അങ്ങനെ മോഹൻലാലിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേക്കും മോഹൻലാൽ ഇങ്ങനെ ആണോ എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റതെന്നൊക്കെ പുള്ളിയുടെ ആ ഒരു ആകാംക്ഷ കാണുമ്പോൾ തന്നെ സിനിമ എന്ന് പറഞ്ഞ പുള്ളിയുടെ പാഷൻ നമുക്ക് മനസ്സിലാവും. അത് കഴിയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അന്ന് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, ഭയങ്കര മൂവ്മെൻറ്റ്സ് ആയിരുന്നു. റാണ എന്നാണ് പുള്ളിയുടെ പേര്, പുള്ളി നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. അങ്ങനെ റാണയെ വിളിച്ചിട്ട്, റാണ കുറേ സ്റ്റെപ്പൊക്കെ എനിക്ക് പറഞ്ഞതാ. അപ്പോൾ ലാല് അന്ന് ഡാൻസറൊന്നുമല്ല. അപ്പോൾ ലാലിൻ്റെ ഡാൻസ് പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം, കാരണം പുള്ളിക്ക് കുറവാണെന്ന് പുള്ളിക്കറിയാം. അപ്പം അങ്ങനെ പഠിച്ചെടുത്താൽ ഇന്ന് ലാല് ഏത് സ്റ്റെപ്പ് കൊടുത്താലും ശരി പുള്ളി ചെയ്യും. അപ്പം ആ സമയം മുതലേ പഠിച്ച് തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പഠിച്ചാണ് ലാല് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ലാല് എത്ര സംസ്കൃതത്തിൻ്റെ ഒരു പടം ചെയ്തു, അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വാനപ്രസ്ഥം പോലുള്ള പടങ്ങൾ, കഥകളിയെ അത് പുള്ളി പഠിച്ചെടുത്തു. ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും സാർ. ഛായാമുഖിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഛായാമുഖി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ചെറിയ രസകരമായ കഥയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒന്നും എനിക്കറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. കടം ഇഷ്ടം പോലെയുണ്ട്. അത് ഞാനീ പറയുന്നത് 2000-ൻ്റെ കഥയാണ് പറയുന്നത്. 2000 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 26 വർഷം മുമ്പുള്ള കഥ.
എങ്ങനെ കടം തീർക്കുന്നത് എനിക്കറിയില്ല. നിൽക്കുമ്പോഴേക്കും ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ ശ്രീകാന്ത് എന്ന് പറയുന്ന പുള്ളി ഒരു റോട്ടറി ക്ലബിൻ്റെ അന്ന് അസിസ്റ്റന്റ് ഗവർണറോ അങ്ങനെ എന്തോ ആണ്, എൻ്റെ ഫ്രണ്ടാണ്. പുള്ളി വിളിച്ചിട്ടുണ്ട്, ദിനേശേ ഞങ്ങളെ ഒരു ചെറുതല്ല ഒരു വലിയൊരു കോൺഫറൻസ് നാഗർകോവിലിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിന് 2 ദിവസത്തെ എൻ്റർടൈൻമെൻറ്റ് ചാർജ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് ഒരു പടം ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. പടത്തിൻ്റെ പേര് ആയിരപ്പറ. അപ്പോൾ അങ്ങനെ ആ ഒരു സിനിമാക്കാരൻ്റെ പേരിലാണ് പുള്ളി ഏൽപ്പിച്ചത്. പക്ഷേ പുള്ളിക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പുള്ളി ആ സഹായത്തിന് വിളിച്ചത് തന്നെയാണ്. അപ്പം ഞാനൊന്ന് റോട്ടറി ക്ലബ്ബിലില്ല. ഞാൻ റോട്ടറി പഴയ പ്രസിഡൻ്റൊക്കെയാണ്. പക്ഷേ ഞാൻ റോട്ടറി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ റോട്ടറിയിൽ നിന്നൊക്കെ ഞാൻ പിരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് കഥ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞാൽ എനിക്ക് 2 ദിവസത്തെ പ്രോഗ്രാം. ഒരു ദിവസം എനിക്ക് വേണ്ടത് KS ചിത്രയുടെ ഒരു പ്രോഗ്രാം, 2ാമത്തെ ദിവസം ഒരു മസാല ഷോ, മ്യൂസിക്, പാട്ട്, ഡാൻസ് എല്ലാം കൂടി ചേർത്ത് ഒരു സാധനം. അപ്പം ഞാനന്ന് ഇവൻറ്റ് മാനേജ്മെൻറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഡിക്ഷണറിയിൽ നോ എന്നൊരു വാക്കില്ല. മാത്രമല്ല ഈ എന്ത് കിട്ടിയാലും ഗ്രാബ് ചെയ്യുക എന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മൾ. ദിസ് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറയാം അതാ ഓക്കെ. ഞാൻ അപ്പം തന്നെ KS ചിത്രയെ വിളിക്കുന്നു. അന്നത്തെ കാലത്ത് ചിത്ര 2.5 ലക്ഷം രൂപയാണ് പ്രോഗ്രാമിന് വാങ്ങിക്കുന്നത്. എനിക്ക് വേണ്ടി അത് 50,000 കുറച്ചിട്ട് 2 ലക്ഷമാക്കി തന്നു. ഞാൻ അതേസമയം 2.5 ലക്ഷം രൂപ അവിടെ ചാർജ് ചെയ്തു. അപ്പോൾ എന്തു പറ്റി, ഒറ്റ നിമിഷം കൊണ്ട് ഈ പറഞ്ഞ പ്രോഗ്രാം അങ്ങോട്ട് മറിച്ചു കൊടുത്തപ്പോൾ തന്നെ എനിക്കൊരു 50,000 രൂപ അന്ന് കിട്ടി. എന്നെ സംബന്ധിച്ച് 50 ലക്ഷത്തിൻ്റെ വിലയായിരുന്നു ആ എമൗണ്ടിന്. അപ്പോൾ അത് നോക്കിയപ്പോൾ നല്ലൊരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നി. ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇസ് ഗുഡ്. അടുത്ത ദിവസം പ്രോഗ്രാം ഇതുവരെ കുറേ മ്യൂസിക്കും ഡാൻസും മിമിക്രി എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഷോ നടത്തി. അതിനകത്തും കിട്ടി എനിക്ക് 50,000 രൂപ. ടോട്ടലി എനിക്ക് 2 ദിവസത്തെ പ്രോഗ്രാം കൊണ്ട് 1 ലക്ഷം രൂപ ഐ കുഡ് മേക്ക് ഇറ്റ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ദിസ് ഈസ് മൈ ലൈൻ എന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു. അവിടെ നിന്ന് പിന്നെ തുടങ്ങി എൻ്റെ ഈവൻറ്റ് മാനേജ്മെൻറ്റ്. സോ എനിക്ക് ഗൾഫിലൊക്കെ നല്ല കണക്ഷൻസ് ഉണ്ട്. ഗൾഫിലുള്ള കണക്ഷൻസിൽ എല്ലാവരും വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഷോ വേണോ, നേരെ എൻ്റെ അടുത്ത് പറ, ഞാൻ അവിടെ എത്തിച്ചേരാം. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓൾ ഓവർ ദി വേൾഡ് ശോഭനയുടെ ഒരു 26 ഷോസ് ഞാൻ ഓൾ ഓവർ ദി വേൾഡ് കൊണ്ടുപോയി. മായ രാവൺ, പിന്നെ ഡാൻസിങ് ഡ്രംസ്, ട്രാൻസ്, കൃഷ്ണ എന്ന് പറയുന്ന ഇത്രയും പ്രോഗ്രാംസ് എല്ലാം ശോഭനയുടെ ഗ്രൂപ്പുമായിട്ട് എനിക്ക് പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി. സ്വിറ്റ്സർലാൻഡ്, ആഫ്രിക്കൻ കൺട്രീസ്, US, UK എന്നൊക്കെ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും, പിന്നെ കറക്കത്തോട് കറക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാലിൻ്റെ ഛായാമുഖി എന്നൊരു നാടകം മുകേഷ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ മുകേഷ് എൻ്റെ അടുത്ത സുഹൃത്താണ്. കാരണം മുകേഷിൻ്റെ ഒരു പടം ചെപ്പുകിലിക്കട ചങ്ങാതി ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ മുകേഷിനെ ചോദിച്ചു, മുകേഷ് നമുക്കിതൊന്ന് മാർക്കറ്റിംഗ് വേണമെങ്കിൽ ഞാനൊന്ന് ഏറ്റിട്ട്, ദിനേശ് നോക്ക് എപ്പോഴെന്താ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ആക്ച്വലി 4 ഷോ ദുബായിൽ നമ്മളിത് അവിടുത്തെ ക്രൗൺ പ്ലാസയിൽ വരുന്നു, മോഹൻലാൽ വരുന്നു, മുകേഷ് വരുന്നു, അവിടെ മൊത്തത്തിൽ അനൗൺസ്മെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഗ്രാൻഡ് 4 ഷോ ഛായാമുഖിയുടെ ചെയ്യാന്ന് പറഞ്ഞത് മോഹൻലാലിൻ്റെ നാടകം വലിയൊരു ഭാഗ്യമല്ലേ ഇത്. പക്ഷേ കഷ്ടകാലത്തിന് ഞങ്ങളെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആള് സാമ്പത്തികമായിട്ട് ചെറിയ ബാക്ക് ഇതിലായിപ്പോയി. അപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞു, എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അഡ്വാൻസ് കിട്ടിയതല്ലാതെ ബാക്കി ഒന്നും തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഇറ്റ് വാസ് ഡ്രോപ്ഡ്. അപ്പോൾ പിന്നീട് ഒരു വാശിയായി, ഇതെന്തായാലും 4 ഷോ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. ഞങ്ങൾ അങ്ങനത്തെ ബാംഗ്ലൂരിൽ ഒരു വൻ പരിപാടി അവിടെ പാലസ് ഗ്രൗണ്ട്സിൽ 5000 പേര് വന്ന ഒരു സംഭവം അവിടെ നമ്മൾ നടത്തി. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രാൻഡ് ഷോ. മോഹൻലാലിൻ്റെ സാന്നിധ്യം, മുകേഷിൻ്റെ സാന്നിധ്യം, പിന്നെ ആ പെർഫോമൻസ് അറിയാലോ, ഉഗ്രൻ ഷോ ആയിരുന്നത്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഷോ ആയിട്ട് കണക്ഷൻ വരുന്നത്. നാടകം വേറൊരു മേഖലയാണ്, സിനിമ വേറൊരു മേഖലയാണ്, രണ്ടും രണ്ടാണ്. എനിക്ക് നാടകമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഞാൻ ഒരു സ്റ്റേജിലോ നാടകത്തിലോ ഒന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളല്ല. ഈ ഡിസ്ട്രിബ്യൂഷൻ സാധാരണ ആളുകൾ സംസാരിക്കാത്തൊരു മേഖലയാണ്. അതെ. പക്ഷേ പടത്തിന്റെ വിജയത്തിലും പരാജയത്തിലും ഡിസ്ട്രിബ്യൂഷന് ഒരു ഭാഗമില്ലേ, ഒരു ഘടകമില്ലേ? ആണ്. കാരണം ഒരു പടം സക്സസ്ഫുൾ ആക്കുന്നത് എപ്പോഴും ഡിസ്ട്രിബ്യൂട്ടറിന്റെ കൈയാണ്. ആ ഡിസ്ട്രിബ്യൂട്ടർ ഏതൊക്കെ നല്ല തിയേറ്ററിൽ കൊടുത്തോ, നല്ല ഷോസ് ആണോ പിടിച്ചത്, മാത്രമല്ല അയാളുടെ ഒരു കോണ്ടാക്ട്സ് വെച്ചിട്ട് ഇത് എത്ര റൺ കൂട്ടി കിട്ടുമോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറത്തിരുന്ന് കാണുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം കള്ളന്മാരാണ്, അവർ നമ്മളെ പറ്റിക്കുകയാണ്, ഇത് പൊതുവേ പറയുന്നൊരു പറച്ചിലാണ്. ഞാൻ ആദ്യം പ്രൊഡ്യൂസർ മാത്രമായിരുന്നു. ആദ്യത്തെ എൻ്റെ 5 സിനിമയോളം ഞാൻ പ്രൊഡ്യൂസർ മാത്രമായിട്ടിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അത്യാഗ്രഹമോ ആഗ്രഹമോ എന്ത് വേണമെങ്കിലും പറയാം, എന്താ ഈ പറഞ്ഞ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ പൈസ എന്തിനാണ് അവർ കൊടുക്കുന്നത്, ഞാൻ തന്നെ അങ്ങ് ചെയ്തുകൂടെ, ഒരു 5 ഓഫീസ് തുടങ്ങിയാൽ പോരെ. അങ്ങനെ കുറച്ചൊരു
തോന്നൽ എനിക്ക് വന്ന് ഞാൻ സ്വന്തമായിട്ട് വിസ്മയ ഫിലിംസ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഓൾ കേരള 5 ഓഫീസ്. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡൗൺഫോളിൻ്റെ ഏറ്റവും വലിയ കാരണം. കാരണം ഞാനൊരു പടം എടുത്തിട്ട് അത് ഔട്ട്റൈറ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് വേറെ ആൾക്ക് കൊടുത്തിരുന്നെങ്കിൽ കുറേ പൈസ എനിക്ക് അവരുടെ നിന്ന് തിരിച്ച് കിട്ടുമായിരുന്നു. പക്ഷേ അതേസമയം ഞാൻ കാണിച്ച മണ്ടത്തരം എന്താ, ഈ പ്രൊഡക്ഷന് വേണ്ടിയും ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയും എല്ലാം സ്വന്തമായിട്ട് ഞാൻ തന്നെ മുടക്കണം. ഫുൾ റിസ്ക് എൻ്റെ തലയിലായി. അങ്ങനെ വന്നപ്പോൾ പടങ്ങൾ ഓടാത്ത അവസ്ഥയെത്തി. ഇപ്പോൾ മമ്മൂട്ടിയുടെ സ്റ്റാലിൻ ശിവദാസ് ഒരു ചിത്രമൊക്കെ ഞാൻ എടുത്തു. അത് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഞാൻ തന്നെയാണ്. ഭീകരമായ നഷ്ടം വന്നു. മയിൽപീലിക്കാവ് ഇന്ന് എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൻ്റെ നിർമ്മാതാവ് എന്ന് പറയാം, അഭിമാനത്തോടെ എനിക്ക് പറയാം. പ്രണയവർണ്ണങ്ങൾ എനിക്ക് അഭിമാനത്തോടെ പറയാം. പ്രണയവർണ്ണങ്ങൾ ആണ് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആ പടം എനിക്ക് ഞാൻ സ്വന്തമായിട്ട് വാശിയുടെ പുറത്ത് ആ പടം ഒരു ബരാബറാക്കുക എന്നൊക്കെ പറയില്ലേ, ഒരു 1000 സെൻറ്റർ ഓടിച്ച് നഷ്ടമില്ലാതെ ഓടിച്ചെടുക്കാൻ എനിക്ക് ആ പടം സാധിച്ചു. പക്ഷേ മയിൽപീലിക്കാവ് മുതൽ എനിക്ക് പറ്റിയില്ല. മയിൽപീലിക്കാവ് എന്നാൽ വളരെ നല്ല സിനിമയായിരുന്നു. പക്ഷേ അവിടെയും ഈ സമയത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഞാൻ ഓണത്തിനാണ് പടം റിലീസ് ചെയ്തത്. ഓണത്തിന് ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്ന പടങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന് പഞ്ചാബി ഹൗസ്, ഒന്ന് ഒരു ഹരികൃഷ്ണൻസ്. ഈ 2 വലിയ പടങ്ങളുടെ ഇടയിൽ ഈ പടം അമർന്നുപോയി. അപ്പം എല്ലാവരും കുറേ പേര് ഈ സിനിമ കണ്ടു. ഓണത്തിന് ഒരു 50 ദിവസം ഈ സിനിമ ഗംഭീരമായിട്ട് ഓടിയെന്നാണ് വെപ്പ്. പക്ഷേ എനിക്കറിയാം സത്യാവസ്ഥ, എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. ഈ തിയേറ്റർ ഒരു സിനിമ ഇപ്പം റിലീസ് ചെയ്യുമ്പോൾ അത് ഒരു നല്ല പടത്തിൻ്റെ ലിസ്റ്റ് ഹിറ്റ് മേക്കർ ഹിറ്റായിരിക്കണം, അല്ലെങ്കിൽ ആ ഹിറ്റ് പൊസിഷനിലേക്ക് എത്തിച്ചില്ല എങ്കിൽ അത് പരാജയപ്പെട്ടു എന്നുള്ള ഭയം കൊണ്ട് ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ അതിൻ്റെ എന്താ പറയണ്ടേ റിട്ടേൺസ്, അല്ലെങ്കിൽ ആ സിനിമയുടെ ഇത്രയും ആൾക്കാർ കണ്ടു, ഇത്രയും ഓടി, ഇത്രയും 100 കോടി ക്ലബിലെത്തി എന്നൊക്കെ പറയുന്നതിൽ സത്യമുണ്ടോ അതോ അത് വെറുതെ പറയുന്നതാണോ? 100 കോടി ക്ലബ്ബൊക്കെ ഉണ്ട്, ക്ലബ്ബുണ്ട്. പക്ഷെ തുടങ്ങി ആ ക്ലബിനകത്ത് എത്ര പേര് കയറി എന്നുള്ളത് എണ്ണി നോക്കണം. അതാണ് പറയാറുണ്ട് 100 കോടി ക്ലബിലെത്തി, അല്ലെങ്കിൽ ഈ 100 കോടി പലരെയും ഞാൻ ആ തെറ്റിദ്ധാരണ കൂടി ഒന്ന് മാറ്റിക്കോട്ടെ. 100 കോടി എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ പ്രൊഡ്യൂസറുടെ വീട്ടിൽ പോകുന്ന കാശാണെന്നാണ് പലരുടെയും ധാരണ. അങ്ങനെയല്ല. ഈ 100 കോടി എന്ന് പറയുന്ന ഗ്രോസ് എന്ന് പറയും. അത് തിയേറ്ററിൽ വന്ന ടോട്ടൽ റവന്യൂ ആണ് ഈ ഗ്രോസ് എന്ന് പറയുന്നത്. അതിനകത്ത് ടാക്സ് പോകുന്നുണ്ട്. ഗവൺമെൻറ് സർക്കാരിന് ടാക്സ് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് തിയേറ്ററുകാരൻ അവൻ്റെ ഷെയർ വീട്ടിൽ കൊണ്ടുപോകും. കാരണം തിയേറ്റർ ഫ്രീ അല്ലല്ലോ ഓടിക്കുന്നത്. തിയേറ്ററുകാരൻ അവൻ്റെ ഷെയർ കൊണ്ടുപോകും. ഇത് കഴിഞ്ഞ് നമ്മുടെ ഇത് തിയേറ്ററിൽ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറാണ്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഒരു കമ്മീഷനുണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടർ കമ്മീഷൻ എടുക്കും. ഇത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർക്ക് കുറേ ചിലവുണ്ട് ഇതിനകത്ത്. ഈ ചിലവെല്ലാം കഴിഞ്ഞ് കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടക്ക് മുതലിലെ ഒരു ഓഹരി നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയ ഭീമമായ എമൗണ്ടൊന്നും വരില്ല. ഈ ടോട്ടൽ 100 രൂപയാണ് ഈ പറഞ്ഞ വരുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വെറും ഒരു 30 രൂപയായിരിക്കും. ബാക്കി എല്ലാം പലർക്കും വീതിച്ച് പോകും. അത് ആരും മനസ്സിലാക്കുന്നത്. അപ്പോൾ 100 കോടി എന്ന് പറയുമ്പോഴേക്ക് 100 കോടി ആ പ്രൊഡ്യൂസർ വീട്ടിൽ പോയി എന്നല്ലേ ചിന്തിക്കുള്ളൂ. അങ്ങനെയല്ല. അപ്പോൾ അതിനകത്ത് വളരെ ചുരുക്കം പടങ്ങൾ 100 കോടി ഓടിയിട്ടുണ്ട്. അത് സക്സസ്ഫുൾ പടങ്ങളാണ്. അതേസമയം പലതും ബൂസ്റ്റപ്പ് ചെയ്യുക, പെരുപ്പിക്കുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയാണ് കുറേ പടങ്ങളൊക്കെ. സിനിമയിൽ പ്രൊഡ്യൂസറുടെ നിലയിൽ സാറിൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ച ആളുകളൊക്കെ വന്നിട്ടുണ്ടാകണമല്ലോ. അങ്ങനെ ചാൻസ് കൊടുക്കാൻ പറ്റിയില്ല, പക്ഷെ നല്ല കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് പിന്നെ തിരിച്ചറിഞ്ഞ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അതിന് അങ്ങനെ ഉത്തരം പറയുന്നില്ല. ഞാൻ രസകരമായ വേറൊരു അനുഭവം പറയാം. ഞാൻ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പോൾ അതിനകത്ത് ഞാനും പറഞ്ഞില്ല, അഭിനയമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പല സീരിയൽ നടന്മാരെയൊന്നും അങ്ങനെ നേരിട്ട് അറിയില്ല. പക്ഷേ എനിക്ക് കണ്ടറിയാം. അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് ഞാൻ ഒരു മരത്തണലിൽ ഇരിക്കുമ്പോൾ ഒരു കാറിൽ വന്ന് ഒരാൾ വന്ന് ഇറങ്ങുന്നു. നോക്കുമ്പോഴേക്കും നല്ല സുന്ദരനായ ഒരുത്തൻ. അതിന് സ്ക്രീനിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തനാണ്. ഇയാൾ എൻ്റെ അടുത്തോട്ട് നടന്നു വന്നിരിക്കുക. ഞങ്ങളുടെ കോമ്പിനേഷനായിരിക്കും, പരിചയപ്പെടാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കൊരു ആകാംക്ഷയാണ് ഇവരെ കാണാനും പരിചയപ്പെടാനൊക്കെ ആയിട്ട്. ഞാനൊന്നുമല്ലല്ലോ ആ സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ നേരെ അടുത്ത് വന്ന്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞ് കൈ കിട്ടിയപ്പോഴേക്കും ആളെ കാണുന്നില്ല ഫ്രണ്ടിൽ. നോക്കിയപ്പോൾ നേരെ പുള്ളി എൻ്റെ കാലിൽ തൊടുകയാണ്. പുള്ളി വന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ്? അപ്പോൾ പുള്ളിയുടെ പേര് സുധീർ എന്നാണ്. അത് സുധീർ, വെറും സുധീർ, ഡ്രാക്കുള സുധീർ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നടനാണ്. പുള്ളി എൻ്റെ കാല് തൊട്ട് വണങ്ങിയിട്ട് പറഞ്ഞു,
ദിനേശ് ചേട്ടൻ എന്നെ മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്, ഞാൻ കണ്ടുപരിചയമുണ്ട്. അല്ല ദിനേശ് ചേട്ടാ, ദിനേശ് ചേട്ടൻ്റെ വീട്ടിൽ ചാൻസ് ചോദിച്ച് സ്ഥിരം വന്നിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അതെൻ്റെ രജപുത്രൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ചിത്രത്തിന് വേണ്ടിയാണ്. ആ സമയത്ത് ആ പുള്ളി ചാൻസ് ചോദിച്ച് വന്നിരുന്നത്. അപ്പം അന്ന് ഞാൻ പുള്ളിയെ പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞു, നിങ്ങൾ മറ്റേ പ്രൊഡക്ഷൻ കൺട്രോളിൽ കണ്ടോളൂ, അല്ലെങ്കിൽ മറ്റാളെ പോയി കാണും, ഇയാളെ കാണും എന്നൊക്കെ പറഞ്ഞു വിടും. ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ലായിരുന്നു. അപ്പോൾ ഇയാൾ വളരെ ഒരു എന്താ പറയുക പ്രതീക്ഷയോടെയാണ് എല്ലാവരെയും പോയി കണ്ടത്. ഒന്നും നടന്നില്ല. അപ്പം ഞാനിത് അറിയുന്നില്ല. ഇയാൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, സാറ് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ പോയി, അവിടെ ഒന്നും കണ്ടില്ല. അന്ന് രഞ്ജിത്തില്ല, നമ്മുടെ ഇന്നത്തെ പ്രസിദ്ധ ഡയറക്ടറും എഴുത്തുകാരനും. അപ്പോൾ രഞ്ജിത്താണ് എൻ്റെ തിരക്കഥാകൃത്ത്. അപ്പം ഞാൻ വിചാരിച്ചു രഞ്ജിത്ത് ഒരു വേഷം കൊടുക്കാമെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ മറന്നുപോയതായിരിക്കും, ഒരു പടി ഞാൻ രഞ്ജിത്തിനെ ഒന്നുകൂടെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞ് ഞാൻ രഞ്ജിത്തിനെ വിളിച്ചു പറഞ്ഞ് ഈ സുധീർ വീണ്ടും പോയി കണ്ട് അന്ന് സുധീറിന് ഒരു വേഷം കിട്ടി. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു സിനിമയിൽ ഒരു വേഷം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇവർക്ക് എല്ലാവർക്കും. അങ്ങനെ ഇപ്പോൾ സുധീർ അഭിനയിച്ചു. സുധീർ പറയുമ്പോഴേ ഞാൻ അറിയുന്നത് കേട്ടോ, ദിനേശ് ചേട്ടൻ്റെ ഒരു കൈനീട്ടമാണ് എൻ്റെ ആദ്യത്തെ സിനിമയിലെ കൈനീട്ടം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ നടന്മാരുടെ ഇപ്പം ലിസ്റ്റ് പറയാൻ തുടങ്ങിയ ഒരു 3-4 പേരെങ്കിലും എനിക്ക് പറയാനുണ്ടാവും. അതേപോലെ തന്നെ ഇവരെല്ലാവരും തന്നെ ഓർത്ത് വലിയ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദിനേശ് ചേട്ടൻ ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറി. കാരണം ചാൻസ് ചോദിച്ച് വരുന്നവർ ആരെയും ഞാൻ പിണക്കി വിട്ടിട്ടില്ല. അപ്പോൾ പലരും അതുകൊണ്ട് ഹാപ്പിയായി, അല്ലെങ്കിൽ എൻ്റെ ഒരു കൈനീട്ടം കൊണ്ട് നിന്ന് വളർന്ന് വലുതായി എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഇന്ന് ശരിക്കും ആ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. 25 വർഷമായി ഇപ്പോൾ. ഈ 25 വർഷം കഴിഞ്ഞിട്ട് ഇന്നും എനിക്ക് മെസ്സേജസിൻ്റെ ബഹളമാണ്. മെസ്സഞ്ചറിൽ വരും, വാട്സാപ്പിൽ വരും, ചേട്ടാ ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സൂപ്പർ ഹിറ്റായിരിക്കും, ചേട്ടൻ ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ ചേട്ടന് കോടികൾ വരാം, 100 ക്ലബിൽ നമുക്ക് ചേരാം, ചേട്ടൻ ഈ കഥയൊന്ന് കേൾക്കാം. ഞാൻ കേട്ടിട്ട് എന്തിനാ, ഞാൻ പ്രൊഡക്ഷനൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ചാൻസ് ചോദിച്ച് അഭിനയിക്കാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ, കഥ പറയാൻ വേണ്ടി. പക്ഷെ ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല. ഇനി ഒരു പ്രൊഡക്ഷനിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ OTTയുടെ ഒരു ഫ്ലഡ്, OTT പ്ലാറ്റ്ഫോമുകളുടെ ഒരു കടന്നുകയറ്റം, ഇത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഫോർമുല കുറച്ച് കട്ടിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ സാറ്? അല്ലെങ്കിൽ ഞാൻ ആദ്യം ഒരു തമാശ പറഞ്ഞോട്ടെ, ഞാൻ അത്യാവശ്യം സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ. അതിനിടയിൽ ഇനിയും പ്രൊഡക്ഷനിലോട്ട് കിടന്ന് വീണ്ടും ടെൻഷനിലോട്ട് പോകണോ? കാരണം അന്ന് ദാറ്റ് വാസ് സോ മെനി ഇയേഴ്സ് ബാക്ക്. അന്ന് നമ്മുടെ ഒരു നല്ല യൗവനമുള്ള സമയം, ഒരു എന്തെങ്കിലും ഒരു വീഴ്ച വീണാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ത്രാണിയുള്ള സമയമായിരുന്നു. ഇന്ന് ഈ പ്രായത്തിലൊക്കെ നമ്മളൊരു വീഴ്ച വീണാൽ കൈ താങ്ങ് തരാൻ പോലും ഒരു മനുഷ്യരുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ കൂടെ ഇല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, വാഴ പോലെയുള്ള ചെറിയ ബഡ്ജറ്റ് പടവും നന്നായി ഓടുന്നില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇതെല്ലാ വർഷങ്ങളും എത്രയോ കാലമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ 2 എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ഈ 2 എക്സാമ്പിളിൽ കണ്ടാണ് ഇൻഡസ്ട്രി ആൾക്കാർ ഇങ്ങനെ വന്ന് വീഴുന്നത്. ഈ വീഴുന്നതിൽ 85% ഫ്ലോപ്പാണ്. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. 85 to 90% സിനിമകൾ ഇറങ്ങുന്നു. 100 സിനിമ ഇറങ്ങിയാൽ 10 സിനിമയെ വിജയിക്കുന്നുള്ളൂ. ബാക്കി സിനിമയെല്ലാം ഫ്ലോപ്പാണ്. അവർക്കെല്ലാം നഷ്ടമാണ് വരുന്നത്. ഇൻഡസ്ട്രിയുടെ കണക്കെടുത്ത് നോക്കിയാൽ സുരേഷ് കുമാർ നമ്മുടെ പ്രൊഡ്യൂസർ, അദ്ദേഹമാണ് നമ്മുടെ പ്രസിഡൻ്റായിട്ട് കുറേ കാലം ഇരുന്നത്. അപ്പം അദ്ദേഹം എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം സിനിമ ഇൻഡസ്ട്രിയോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷ, എല്ലാവരും ഞാനും എടുക്കാൻ പോകുന്നു വാഴ 2. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർ തിരക്കഥ എഴുതിയിട്ട് ഓരോരുത്തരെ അയക്കുന്ന അടിവരയിട്ട് പറയുന്നതാണ്, ഇത് നിങ്ങൾക്ക് 100 കോടി ക്ലബ്ബാണ്. ഈ 100 കോടി ക്ലബ്ബ് പ്രതീക്ഷയാണ് എല്ലാവരും വരുന്നത്. അവസാനം 100 കോടി പോയിട്ട് ആ ക്ലബ്ബ് മാത്രം ഉണ്ടാവും, ബാക്കി ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കൊരു സിനിമ പരാജയപ്പെട്ടു പോയാൽ ആരാണ് അതിന് ഉത്തരവാദി? പ്രൊഡ്യൂസർ, അൾട്ടിമേറ്റ്ലി പ്രൊഡ്യൂസർ. ഓൺലി ദ പ്രൊഡ്യൂസർ. കാരണം ബാക്കി എല്ലാവരും ശമ്പളക്കാരാണ്. എല്ലാവർക്കും നമ്മൾ പൈസ കൊടുത്ത് അവരുടെ സർവീസസ് യൂട്ടിലൈസ് ചെയ്യുന്നു, അവർക്കെല്ലാം പൈസ കൊടുക്കുന്നു, അവരെല്ലാം പറഞ്ഞു വിടുന്നു. ഒരു മനുഷ്യനെ പോലും നമുക്ക് സത്യം പറഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതെ, പക്ഷേ ഈ മിനിസ്ട്രി സിനിമ ഒരു വ്യവസായമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, അതിൻ്റെ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും പ്രൊഡ്യൂസറുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ? പ്രൊഡ്യൂസറിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഇതിനകത്ത് ഫണ്ട് റേസിംഗ് ആണ് ഏറ്റവും വലിയ ഇഷ്യൂ.
ഇന്ന് എത്ര കോടികൾ വേണം ഒരു സിനിമ എടുക്കണമെങ്കിൽ. ടു സ്റ്റാർട്ട് വിത്ത് ഒരു ചെറിയ പടമാണെങ്കിൽ പോലും 2 to 3 crores ഇന്നത്തെ കണ്ടീഷനിൽ വേണം. ഇന്ന് 2 കോടി 3 കോടി എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് അല്ല. ഒരു ചെറിയ സിനിമ എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ ബഡ്ജറ്റ് അല്ല, 20 ലക്ഷമല്ല, ഇന്നും 3 കോടി മിനിമം വേണം. ഒരു അത്യാവശ്യം കൊള്ളാവുന്നൊരു പടമൊക്കെ എടുക്കണമെങ്കിൽ 2 to 3 crores വേണം. ഈ 2 to 3 crores എന്ന് പറഞ്ഞാൽ എല്ലാവരും കാശ് കൊണ്ടല്ല ഇറങ്ങുന്നത്. പലരും സ്വന്തം കാശ് കയ്യിലുള്ളത് കുറേ നക്കി മുക്കി അവിടെ നിന്ന് ഒപ്പിക്കും, കുറേ കടം മേടിക്കും, കുറേ വീട് പ്ലെഡ്ജ് ചെയ്യും, കുറേ ബാങ്ക് ലോൺ എടുക്കും. അങ്ങനെ പല സോഴ്സിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരു ബിസിനസ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് നേരെ ബാങ്കിൽ പോകാം. ബാങ്കിൽ പോയിട്ട് ശരി, എനിക്ക് ടോട്ടൽ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് 50 lakhs rupees ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ ബിസിനസ് പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്താണ്, എനിക്കിതിനകത്തൊരു 40 lakhs rupees ലോൺ വേണം, എൻ്റെ വീട് ഞാൻ വെക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പാസ്സായി കിട്ടും. ആ ബിസിനസ്സിന് പാസ്സായി കിട്ടുന്ന ആ തുക എന്തുകൊണ്ട് കിട്ടുന്നു? കാരണം അതിന് ഒരു നേരത്തെ ഒരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് ബാങ്കുകാർ ഒരിക്കലും ലോൺ തരില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇൻഡസ്ട്രി ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞാലോ ബാങ്കിൽ നിന്ന് ലോൺ തരാനായിട്ടുള്ള പ്രൊവിഷൻ വരും. ഇപ്പം സിനിമയ്ക്ക് ഒരിക്കലും ലോൺ കിട്ടുന്നില്ല, ഒരു ബാങ്കും കൊടുക്കുന്നില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 10 കോടിയുടെ പ്രോപ്പർട്ടി കൊടുത്താൽ 1 കോടിയോ 2 കോടിയോ തന്നാൽ ഭാഗ്യം, പ്ലെഡ്ജ് ചെയ്ത് കിട്ടുന്നതാണ്. അത് അയാളുടെ മഹത്വം കണ്ടിട്ടല്ല, അയാളുടെ പ്രോപ്പർട്ടി കണ്ടിട്ടാണ്. അവിടെയും അവർക്ക് റിസ്ക് ഉണ്ട്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിലും 10 കോടി അസറ്റ് കിടപ്പുണ്ടല്ലോ, അത് കണ്ടുകൊണ്ടാണ് ലോൺ തരുന്നത് തന്നെ. നോട്ട് ഓൺ ദ മെറിറ്റ് ഓഫ് ദ സിനിമയല്ല, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായതുകൊണ്ടല്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്കതിനുള്ള ആദ്യത്തെ ഫസ്റ്റ് ഗുണം എന്ന് പറയുന്നത് ഫിനാൻസ് ലോൺ കിട്ടുന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇൻഡസ്ട്രി ആയി കഴിയുമ്പോഴേക്കും ബാക്കി ഏത് ഇതിനകത്ത് കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും PF ഗ്രാറ്റുവിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ ഇതിനകത്ത് സ്റ്റേബിളായിട്ടുള്ള ഒരു ഇതല്ലല്ലോ. ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഒരു 3 മാസം വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് വേറെ സ്ഥലത്താണ്. അപ്പോൾ യു വിൽ നോട്ട് ഗെറ്റ് എനി ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല, PF കിട്ടുന്നില്ല, ESI ഇല്ല, നമുക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഇതെല്ലാം പതുക്കെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ത്രൂ അസോസിയേഷൻ, ഒരു ഇൻഡിവിജ്വൽ വിചാരിച്ചാൽ നടക്കില്ല, അതിനാണ് നമുക്ക് അസോസിയേഷൻ്റെ ബലം വേണ്ടത്. അതെ. അപ്പോൾ അസോസിയേഷൻ അതിന് വേണ്ട ഭാഗത്തിന് ശാക്തീകരിക്കപ്പെടണം, നല്ല നേതൃത്വം വരണം. ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആത്മയുടെ കേസ് പറയാതെ തന്നെ, ഞാൻ ആത്മയിൽ വന്ന സമയത്തൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ക്ഷേമനിധി ബോർഡിൽ ഇപ്പോൾ ഞങ്ങളുടെ 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 5000 രൂപ വെച്ച് ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട്. ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 5000 രൂപ ഒരു മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. വലിയ കാര്യമാണ്. കാരണം റോളുകളൊന്നും ഇല്ല, അത് റോളില്ല. ഈ പറഞ്ഞ ഈ 5000 നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു വേറെ സെൻട്രൽ വെൽഫെയർ ബോർഡിൻ്റെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്, ഞങ്ങളതിനെ കണ്ണൂർ കാർഡെന്ന് ഓമന പേരിൽ വിളിക്കുന്നതാണ്. ആ കാർഡ് ഞങ്ങളുടെ ഉണ്ടെങ്കിൽ ആ കാർഡ് വെച്ചിട്ട് ഞങ്ങൾക്ക് ക്യാൻസർ വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പൈസയും ചിലവാക്കേണ്ട, അതിനുള്ള റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. കിഡ്നി, ഹാർട്ട്, ഇങ്ങനത്തെ അസുഖങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനുള്ള ഇത് വിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഇതെല്ലാം അസോസിയേഷൻ ഉള്ളതിൻ്റെ പേരിലും അസോസിയേഷൻ്റെ ആ ഒരു ബലത്തിൻ്റെ പേരിലുമാണ് ഇങ്ങനത്തെ ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ചെയ്ത് സംസാരിച്ച് നമുക്കിതൊക്കെ അംഗങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു സംഘടനാ നേതാവ് എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാറിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സിനിമയിലേക്ക് കടന്നു വരുന്ന, സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഈ പറഞ്ഞ പോലെ കാശൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പുതു പ്രൊഡ്യൂസർമാരോട് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ് സാറിന് കൊടുക്കാനുള്ളത്, അവരോട് പറയാനുള്ളത്? ഇല്ല, പ്രൊഡ്യൂസേഴ്സ് വരുന്നവരെ ഒരിക്കലും ഞാൻ നിരുത്സാഹപ്പെടുത്തില്ല. കാരണം അതിനകത്ത് അവൻ്റെ സമയം പോലെ ഇരിക്കും. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു ഫാക്ടറാണത്. കാരണം അയാളുടെ സമയം നല്ലതാണോ അയാൾക്ക് കിട്ടും. എൻ്റെ സമയം മോശമായപ്പോൾ ഞാൻ തകർന്നവനാണ്. അതേസമയം എൻ്റെ നല്ല സമയത്ത് ഞാൻ സക്സസ്ഫുള്ളായി. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കേണ്ട സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അപ്പം നല്ല സമയമാണെന്ന് തോന്നുന്നെങ്കിൽ, ഇതിൽ വിശ്വാസമുണ്ടെങ്കിൽ, കലയെ സ്നേഹിക്കുന്നെങ്കിൽ, പിന്നെ ഈ ബിസിനസ്സിലോട് നമ്മൾ 100% കൂറ് വേണം. ഇതൊരു ബിസിനസ്സായിട്ട് എടുക്കണം. അല്ലാതെ നമ്മൾ വന്ന് ഗൾഫിൽ പല ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ US-ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശത്തായിരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഒരിക്കലും പാടില്ല. സിനിമ എന്ന് പറയുന്നത് നമ്മൾ അവിടെ തന്നെ ഉണ്ടാകണം. ഓരോ പൈസയ്ക്കും വിലയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെ സെക്ഷനിൽ നിന്നും മണി ചോർന്നു പോയിക്കൊണ്ടിരിക്കും, നമ്മൾ അറിയുക പോലുമില്ല.
അതേസമയം നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സിനോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ഡീപ്ലി ഇൻവോൾവ് ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും വരിക. പക്ഷേ വലിയൊരു ഓവർ റിസ്കിലോട്ട് പോകരുത്. എല്ലാം ഇത് സ്റ്റഡി ചെയ്ത്, ഞാൻ പൊതുവെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ബാക്കി ഏത് ഇൻഡസ്ട്രിയിൽ പോകുമ്പോഴും നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് റെഡിയാക്കും, അതിൻ്റെ ഫീസിബിലിറ്റി നോക്കും, ഇതിനകത്ത് നമുക്ക് കാശ് എത്ര വരും, കാശ് എത്ര ചിലവാകും, ഇതിനകത്ത് നഷ്ടം വന്നത്ര എത്ര വരും എന്നൊരു അളവ് പോലും നമുക്കുണ്ട്. സിനിമയിൽ അങ്ങനെ ഒരു അളവ് പോലും ഇല്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്രയും റിസ്ക്കുള്ള മേഖലയാണ് എന്ന് മനസ്സിലാക്കി വേണം ഇതിനകത്തോട്ട് ഇറങ്ങാൻ. അതെ, കഥയാണോ ഇപ്പോഴും സൂപ്പർ സ്റ്റാർ അതോ സ്റ്റാർ? രണ്ടുമുണ്ട്. കാരണം ഇതിനകത്ത് കഥ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നല്ലൊരു കഥയുണ്ട്, നല്ലൊരു ഡയറക്ടറുണ്ട്, നമുക്ക് എല്ലാ സമയം ഘടകങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ ഈ വാഴ 2 പോലെ നല്ല സിനിമ ജനിക്കും. അതേസമയം ചിലപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ മോശമായിരിക്കാം, പക്ഷേ നമുക്കൊരു സ്റ്റാറുണ്ട്, ആ സ്റ്റാറിൻ്റെ ബലം കൊണ്ട് നമുക്കൊരു കുറേ ഇനീഷ്യൽ പുള്ളെന്ന് പറയും, കുറേ കിട്ടും. എന്നാൽ പോലും അധികം നാൾ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഈ 2 ഫാക്ടേഴ്സും കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വരണം. സ്റ്റാറിൻ്റെ ബലവും വേണം, നല്ല കഥയും വേണം, നല്ല സംവിധാനം വേണം, എല്ലാ ഘടകങ്ങളും ഒത്തുവന്ന് ആ പടം തിയേറ്ററിലെത്തുമ്പോൾ സക്സസ് ആവും. അതെ, ഈ സാധാരണ ജനങ്ങൾക്ക്, സാധാരണ പ്രേക്ഷകന് സന്തോഷം കിട്ടുന്നത് ഇന്ന് സിനിമ കൊടുക്കാറുണ്ടോ? ഉണ്ടെന്നാണോ സാർ? ഉണ്ട്, നല്ല സിനിമകൾ കിട്ടാറുണ്ട്. സിനിമയുണ്ട്, സീരിയലുണ്ട്. ഈ സീരിയലിന് പൊതുവേ ഞാൻ ആ സീരിയലിന് ഒരാളായതുകൊണ്ട് അത് എടുത്തു പറയുകയാണ്. പൊതുവേ കുറേ ആരോപണങ്ങളുണ്ട്. ഒരേ ടൈപ്പ് സീരിയലാണ്, മറ്റേ ആഭരണ വിഭൂഷിതയായിട്ടാണ് മദറിലോ കിച്ചണിൽ രാത്രി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പറഞ്ഞ പൊട്ടു തൊട്ട് അല്ലെങ്കിൽ കൺമഷിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ പട്ട് സാരിയിലൊക്കെയാണ് ഇറങ്ങി വരുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇതിനകത്ത് വളരെ നാച്ചുറലായിട്ട് ഈ ഒരു പഴയ നമ്മുടെ മലയാളം സിനിമ തുടങ്ങിയ കാലഘട്ടത്തിലുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ സ്വയംവരം പോലെയൊക്കെ, അതിനകത്ത് കാണിച്ചിരുന്ന ഒരു റിയാലിറ്റിയിലോട്ട് പോയി അത് സ്ക്രീനിൽ കാണിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ ഈ പറഞ്ഞ ആൾക്കാർ സീരിയൽ കാണും? ഒരു വിഷ്വൽ ട്രീറ്റ് വേണം. ആ വിഷ്വൽ ട്രീറ്റിന് വേണ്ടിയാണ് ഇത്രയും നമ്മൾ കളർഫുൾ ആക്കുന്നത്. എത്ര കളർഫുൾ ആക്കുന്നു, എത്ര ആൾക്കാർക്ക് താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സിങ്ങും അതൊക്കെ വന്നാൽ മാത്രമേ ഈ സീരിയലിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ കമ്പാരിസൺ ഉണ്ടാകാം. ഇത് 10 വർഷം മുമ്പ് വന്ന സീരിയലിൻ്റെ അതേ ഘടകങ്ങളാണല്ലോ ഇതിനകത്തുള്ളത്, സത്യമായിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ ഇപ്പോഴും കാണുന്നു? കാരണം ദർ ഈസ് സംതിങ് എൻ്റർടൈനിങ്. ആ എൻ്റർടൈൻമെൻറ്റ് ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ദെയർ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും, വെദർ ഇറ്റ് ഈസ് ഫിലിം or whether it is serial. അതെ, അത് പിന്നെ അതിൽ നല്ലതോ ചള്ളോ അല്ലെങ്കിൽ മോശമോ എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇപ്പൊ ഞാൻ ചോദിച്ചു, സിനിമ എന്ന് പറയുന്നത് ആരും നിർബന്ധിച്ച് നിങ്ങൾ വടിയെടുത്തിട്ട് നിങ്ങൾ സിനിമ പോയി കാണണമെന്ന് പറയാറില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ, നമുക്ക് തോന്നിയാൽ മാത്രം നമ്മൾ തിയേറ്ററിൽ പോകും. അതേപോലെ തന്നെയാണ് സീരിയൽ. ഇപ്പോൾ എത്ര ഉണ്ട് ചോയ്സ്? ഒരു 10-40 സീരിയൽ ഇപ്പം നടക്കുന്നുണ്ട്. ചിലർ പറയും സീരിയൽ മോശമാണ്, പക്ഷേ അവർ ദിവസം ഇരുന്ന് കാണുകയും ചെയ്യും. എന്തിനാണ് കാണുന്നത്? വേറെ എത്ര ചോയ്സ് ഉണ്ട്, വേറെ ചാനലോട് മാറ്റിക്കൂടെ, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടൂടെ? അത് ചെയ്യില്ല. എന്നിട്ടാണ് സീരിയലിനെ കുറ്റം പറയുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും ഒരുപാട് കുറ്റം പറയുന്നത് ഇതാണ്, മനുഷ്യരുടെ ഭാവന നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ബന്ധങ്ങളെ മോശമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നു, അത് സ്വാധീനിക്കും. ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് പലരും. അതിനകത്ത് ഞാൻ ഏറ്റവും വലിയൊരു സംഭവം പറഞ്ഞുതരാം. ഞാൻ ചാനലുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് അമൃത ചാനലാണ്. അമൃത ചാനലിൽ അവർ സീരിയൽസിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് വേറെ. അവിടെ കാണിക്കുന്നത് സാധാരണ ഇതിലുള്ള കമേഴ്ഷ്യൽ ടൈപ്പുള്ള സീരിയൽസ് അല്ല വരുന്നത്. അവിടെ ശ്രദ്ധിച്ചറിയാം, സ്റ്റേറ്റ് അവാർഡ് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും അമൃത ചാനലിലാണ് സ്റ്റേറ്റ് അവാർഡ് വരുന്നത്. കാരണം അവരാണ് അങ്ങനത്തെ അവാർഡ് കോൺസെപ്റ്റിൽ അവർ സീരിയൽ എടുക്കുന്നത്. നല്ല സീരിയൽസാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നല്ല മോട്ടിവേഷണൽ വാല്യൂ ഉണ്ടാവും, ഫാമിലിക്ക് പറ്റിയ അതിനകത്ത് ഘടകങ്ങളുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ അവിടെ വ്യൂവേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് അമൃത ചാനൽ കാണുന്നില്ല? അവരിപ്പോഴും ഇരുന്ന് കാണുന്നത് മറ്റേ ചാനൽസ് തന്നെയാണ്. മറ്റേ ചാനൽസ് മോശമാണെന്ന് പറയുകയും ചെയ്യും, അത് തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അവർ അമൃത ചാനലിനെ തള്ളി പറയും. അത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയുടെ ഒരു പാർട്ടാണ്. അതുകൊണ്ടാണ് ബിഗ് ബോസ് പോലെയുള്ള പരിപാടികൾ ഇത്രയും വൻ വിജയമാകുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവിതം എന്താണെന്ന് അറിയാൻ, ഒരു എത്തി നോക്കാനുള്ളൊരു മനോനിലവാരം അല്ലെങ്കിൽ മാനസിക വ്യാപാരം സാധാരണ മനുഷ്യർക്കുണ്ട്. അല്ല, ആ ചോയ്സ് നമുക്കല്ലേ. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ ബിഗ് ബോസ് കാണുന്ന വ്യക്തിയല്ല. എനിക്ക് ബിഗ് ബോസിനോട് യാതൊരു എതിരുമില്ല. പക്ഷേ
ഞാൻ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ടേസ്റ്റിനൊത്ത സാധനമല്ല എന്നെനിക്ക് തോന്നി. അതെ, അതിന് വേറെ നെഗറ്റീവ് സൈഡൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് പറ്റിയതല്ല, എനിക്ക് യോജിച്ചതെല്ലാം തോന്നിയുകൊണ്ട് ഞാൻ അങ്ങോട്ട് ബിഗ് ബോസ് ആണോ ആ പരിസരത്ത് പോവില്ല. അതേസമയം ബിഗ് ബോസിന് കുറ്റവും പറയും, മൊത്തം ഇരുന്ന് അവിടുത്തെ 100 എപ്പിസോഡും കുത്തിയിരുന്ന് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അപ്പം അത് പാടില്ല. നമുക്ക് ഇഷ്ടമല്ലേ, കാണുന്നുണ്ടാ. ഏതായാലും അത് പ്രേക്ഷകന്റെ ചോയ്സാണ്. എന്ത് തീരുമാനം എടുക്കണം, എന്തെടുക്കണം, എന്തെനിക്ക് വേണം വേണ്ട എന്നുള്ളത്. നല്ല ചോയ്സ് എടുക്കാൻ പ്രേക്ഷകനും അവരുടെ നിലവാരം ഉയർത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ നിലവാരമൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാരണം എന്താ അറിയാമോ, എത്രയോ വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പഴങ്കഥ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ പറയുന്ന അവരുടെ നിലവാരം മാറട്ടെ, അല്ലെങ്കിൽ ഇത് ഇവിടുത്തെ ക്വാളിറ്റി മാറട്ടെ, അതൊന്നും മാറാൻ പോകുന്നില്ല. ഇത് തന്നെ വന്നുകൊണ്ടിരിക്കും. ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാനുണ്ട്. ആ ഒരു കൺസ്യൂമറിനെ നോക്കിയിട്ടാണല്ലോ ഇത്തരത്തിലുള്ള വ്യവസായം തന്നെ നിലനിൽക്കുന്നത്. ഞാൻ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജങ്ക് ഫുഡ് മോശമാണെന്ന് എല്ലാവരും പറയും. പക്ഷെ എല്ലാവരും സാഹചര്യം വരുമ്പോൾ അത് കഴിക്കാറില്ല. എല്ലാം ജങ്ക് ഫുഡേ കഴിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. മോശമാണ്, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടും അത് തന്നെ ആശ്രയിക്കുന്നവരാണ് നമ്മുടെ പൊതുജനം. അപ്പോൾ നമ്മളും അതിൻ്റെയൊക്കെ ഒരു പാർട്ടാണ്. അപ്പോൾ ചോയ്സ് എല്ലാവരിലുമാണ്, ഓരോരുത്തരിലുമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടത് നല്ലത് നോക്കി ചോയ്സ് എടുക്കട്ടെ. അവരുടെ ചോയ്സ്, അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവർക്ക് എടുക്കാം. പക്ഷെ അതിനിടയിൽ എല്ലായിടത്തും ഒരു കാര്യം മാത്രം നമ്മൾ പ്രത്യേകം പറയണ്ടേ. കിരീടത്തിന്റെ കഥ പറയുമ്പോൾ കിരീടം റിലീസായിരിക്കുന്ന ഈ ഘട്ടമായതുകൊണ്ട് ഇപ്പോഴും തിയേറ്ററിൽ കിരീടം ഓടുന്നുണ്ട്. റിലീസിന് വന്നിരിക്കുന്നത് എസ്പെഷ്യലി ഫോർ ദി യങ്ങർ ജനറേഷനാണ്. നിങ്ങൾ കണ്ടിരിക്കേണ്ട കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ആൻഡ് അഭിനയത്തിൻ്റെ നല്ല നല്ല മുഹൂർത്തങ്ങളുള്ള, നാഷണൽ അവാർഡ് ലഭിച്ച, അങ്ങനെ ഒരു എടുത്തു പറയാവുന്ന ഒരു സിനിമയാണ് കിരീടം. അത് എല്ലാവരും സാധിക്കുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ഇപ്പോൾ ഇത് നല്ല ക്ലാരിറ്റിയിൽ 4Kയിൽ ഡോൾബി അറ്റ്മോസിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊരു അനുഭവം തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവരും കിരീടം തിയേറ്ററിൽ തന്നെ ഒന്നുകൂടി പോയി കാണുക. ഒരു കഥ, അല്ലെങ്കിൽ ഒരു ജീവിതം നമ്മുടെ കൺമുന്നിൽ എങ്ങനെയാണ് അനാവരണം ചെയ്യപ്പെടുന്നത്, ആ ജീവിതങ്ങളുടെ എന്താ പറയുക ഇമോഷൻസും ഒരു ഡെസ്റ്റിനി ഒരു വ്യക്തിയെ എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള റിയൽ ലൈഫ് നമ്മളൊരു കുറച്ച് നേരം അവിടെ ഇരുന്ന് അനുഭവിക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. സാറിന് എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് സാറിന് എപ്പോൾ കണ്ടാലും വളരെ സൗമ്യനായ, വളരെ സോഫ്റ്റ് സ്പോക്കണായിട്ടുള്ള ഇങ്ങനെ ഒരു ഇത്രയും മലയാള സിനിമയിൽ ഇത്രയും സൗഹൃദം സൂക്ഷിക്കുന്ന, നന്നായി സംസാരിക്കുന്നത്, എപ്പോൾ കണ്ടാലും ഒരേപോലെ പെരുമാറാൻ കഴിയുന്ന സാറിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇനിയും ഒരുപാട് കാലം ഈ ഫീൽഡിൽ ഇങ്ങനെ നിലനിൽക്കാൻ കഴിയട്ടെ. ഈശ്വരൻ, തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ ഞാനും ഒരു ഈശ്വര വിശ്വാസിയാണ്. ജഗദീശ്വരൻ എല്ലാ നന്മകളും അങ്ങേക്ക് കൂടുതൽ തരട്ടെ. ഇനി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടാകട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ ഇനിയും ഒരു കിരീടം അല്ലെങ്കിൽ ഒരു നല്ല സിനിമ ജനിക്കാൻ ഒരുപക്ഷെ ഒരു ഭാഗ്യം ഉണ്ടായിക്കൂടുന്നില്ല. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതാണ് എല്ലാം നടന്നിട്ടുള്ളത്. അതേപോലെ ഒരു പ്രതീക്ഷിക്കാതെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. പറയാൻ പറ്റില്ല. ഒരു പക്ഷെ നല്ല കഥ ഉണ്ടാകും, നല്ല സംവിധായകൻ എല്ലാം ഒത്തു വന്നാൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും സംഭവം. ഇത് സംസാരിക്കുന്ന സമയം ഒരു പക്ഷേ എഴുതപ്പെട്ട സമയമാണെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ, അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.